പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയുടെ മാന്യ പ്രേക്ഷകർക്ക് വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരുമിച്ചൊരു ആവശ്യം കൂടെ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ജീവിതത്തിലെ വ്യത്യസ്ത അനുഭവവും ഹൃദ്യമായ ദൈവീയ നടത്തിപ്പുകളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമ്മോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കുര്യാക്കോസ് അവറുകളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ദൈവീയ ഇടപെടലുകൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുമ്പോൾ അത് നമുക്കെല്ലാവർക്കും വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആകയാൽ പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കുര്യാക്കോസ് അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് ദേവാസനെ. കർത്താവിൻ്റെ ദാസനെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? ദേവദാസിനെ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ പേര് പാസ്റ്റർ കെ എം കുര്യാക്കോസ്. ഞാൻ ഷാരോ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ഒരു ശുശ്രൂഷകനായിട്ട് 26 വർഷങ്ങളായിട്ട് സേവനം ചെയ്യുന്നു. ഞാൻ ഉള്ളത് പത്തനംതിട്ട ജില്ലയിൽ മുട്ടുമൺ, കുമ്പനാടിനടുത്ത് മുട്ടുമൺ എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. വൈഫ്, 2 മക്കളാണ് എനിക്കുള്ളത്. കൃപയാൽ ഓരോ ദിവസങ്ങളും കർത്താവിൻ്റെ വേലയിൽ മുന്നേറുവാനായിട്ട് കർത്താവ് എന്നെ സഹായിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ ദാസനെ പരിചയപ്പെടുത്തൽ വളരെ സന്തോഷമുണ്ട്. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം കർത്താവിൻ്റെ ദാസനെ തുടർമാനമായി സംസാരിക്കാം. ബാല്യകാലം മുതൽ ഇങ്ങോട്ട് ഉള്ള കാര്യങ്ങൾ പറയാം. മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, വിദ്യാഭ്യാസ കാലയളവ്, കർത്താവായ യേശുവിനെ കണ്ടുമുട്ടുവാനിടയായി തീർന്ന സാഹചര്യം, കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങുവാനിടയായി തീർന്ന സാഹചര്യം, തുടർമാനമായി ദൈവം നടത്തിയ അത്ഭുതങ്ങളെക്കുറിച്ച് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം കർത്താവിൻ്റെ ദാസനെ തുടർമാനമായി സംസാരിക്കും. വളരെ അനുഗ്രഹീതമായിട്ടുള്ള ഈ നല്ല സന്ദർഭത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും, പ്രത്യേകിച്ച് കഴിഞ്ഞ നാളുകളിലെ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് തിരിഞ്ഞു നോക്കുവാനും അത് മറ്റുള്ളവർ മുമ്പിൽ ഓർപ്പിക്കുവാനും തക്ക തലത്തിലുള്ള ഒരു സാവകാശം എനിക്ക് നൽകിയ അരോമ ടി വി ഈ ചാനലിനെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിൻ്റെ ദാസൻ ദാനിയലിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനിലൂടെ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ദൈവിക ശുശ്രൂഷകളെ ഞാൻ ഈ തരുണത്തിൽ ഓർക്കുകയും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ മഹാകരുണയാൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിലും ആ നിലകളിൽ ആത്മീക ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കടന്നു പോകുവാനായിട്ടുള്ള അവസരങ്ങൾ കർത്താവ് എനിക്ക് നൽകി. എൻ്റെ ജീവിതത്തിന്റെ ദൈവം എന്നെ നടത്തിയതായ ആ വഴികളെ കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാനായിട്ട്, പങ്കുവയ്ക്കുവാനായിട്ട് എനിക്ക് സന്തോഷമുണ്ട്. അത് കേൾക്കുന്ന നിങ്ങൾക്ക് നിശ്ചയമായിട്ടും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഞാൻ എൻ്റെ ജനനം എന്ന് പറയുന്നത് മലബാറാണ്. മലബാർ കാഞ്ഞങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് എൻ്റെ ജനന സ്ഥലം എന്ന് പറയുന്നത്. ഒരു ഓർത്തഡോക്സ് പശ്ചാത്തലത്തിൽ ജനിച്ച് ആ നിലയിൽ ഞാൻ വളർന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. എൻ്റെ പിതാവിൻ്റെ നാട് കോട്ടയമാണ്. കോട്ടയത്ത് നിന്ന് എൻ്റെ പിതാവ് ഒരു കാലഘട്ടത്തിൽ അവരുടെ ജീവിതത്തിന്റെ ഒരു നന്മയുടെ വഴി തേടി മലബാർ മേഖലയിലേക്ക് കടന്നു പോവുകയുണ്ടായി. അവിടെ വെച്ചാണ് എൻ്റെ ജനനം സംഭവിക്കപ്പെടുന്നത്. അങ്ങനെ 1972 ഞാൻ ഈ ലോകത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായി. അങ്ങനെ
അവിടെ വളരെ ചുരുക്കമായ ചില നാളുകൾ മാത്രമാണ് എൻ്റെ ജനനശേഷം മലബാർ എന്ന് പറയുന്ന സ്ഥലത്ത് പാർക്കുവാനായിട്ട് ഇടയായി തീർന്നത്. എൻ്റെ പിതാവും മാതാവും വളരെ അധ്വാനിച്ച് വളരെ കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തി. ഞങ്ങൾ 5 മക്കളാണ്. പിതാവ് KM മർക്കോസ്, മാതാവ് മറിയാമ്മ മർക്കോസ്. അവരുടെ മകനായിട്ട് 1972 1972 എൻ്റെ ജനനം സംഭവിച്ചത്. അങ്ങനെ എനിക്ക് 2 ജ്യേഷ്ഠന്മാര്, 2 സിസ്റ്റേഴ്സ്. ഞങ്ങൾ 5 മക്കളാണ്. എൻ്റെ പിതാവ് ഏതാണ്ട് ഒരു 1.5 വർഷത്തിന് മുൻപ് കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. മാതാവ് മാതാവ് സന്തോഷത്തോടെ ആയിരിക്കുന്നു. അങ്ങനെ ഞങ്ങള് മലബാറിലെ താമസ കാലഘട്ടം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടം മാത്രമായിരുന്നു അവിടെ എനിക്കുണ്ടായിരുന്നത്. അതിനുശേഷമായിട്ട് എൻ്റെ പിതാവ് വളരെ പ്രാർത്ഥിച്ചും വളരെ ആഗ്രഹിച്ചും ചിന്തിച്ചുമൊക്കെ പിതാവിന്റെ നാട്ടിലേക്ക് തന്നെ മടങ്ങി വരിക എന്നുള്ള ആഗ്രഹത്തോടുകൂടി അവിടെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ വിറ്റ് അങ്ങനെ നാട്ടിലേക്ക് തന്നെ മടങ്ങി വന്ന് കോട്ടയം ജില്ലയിൽ അല്പസ്ഥലമൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങള് അവിടെ പാർക്കുവാനായിട്ട് ആരംഭിച്ചെങ്കിലും ജീവിതത്തില് ഒരുപാട് നൊമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങളിലൂടെയും ഒത്തിരി സങ്കടപ്പെടുത്തുന്ന അനുഭവങ്ങളിലൂടെയും ഒക്കെ ആയിരുന്നു പിന്നീടുള്ള ഞങ്ങളുടെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞാല് എൻ്റെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം സാമാന്യം മെച്ചപ്പെട്ട ഒരു പശ്ചാത്തലത്തില് അവരെ ജനിച്ച് വളർത്തപ്പെട്ടു. ആ ഒരു പശ്ചാത്തലത്തിൽ അവർ മുൻപോട്ട് വന്നു. എന്നാൽ ഞങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ ജനിച്ച ശേഷമായിട്ട് ജീവിതത്തിൽ എവിടെയൊക്കെയോ കുറച്ച് പരാജയങ്ങളുടെ തലങ്ങളിലേക്ക് കടന്നു പോകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായി എന്നുള്ളത് ഞാൻ എടുത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ജീവിതത്തിൽ ഒരു നിലയിലും മുൻപോട്ട് പോകുവാനായിട്ട് കഴിയാത്ത അത്രമാത്രം മാനസികമായിട്ട് ഞങ്ങളെ പിടിച്ചു നിർത്തിയതായ ഒരുപാട് ഘട്ടങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിനകത്ത്, ഞങ്ങളുടെ മാതാപിതാക്കളുടെ ജീവിതത്തിനകത്ത് കടന്നു വരികയുണ്ടായി. അങ്ങനെ ഞങ്ങൾ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കുമോ എന്നുള്ള സംശയങ്ങൾ എൻ്റെ മാതാപിതാക്കൾക്ക് ഉണ്ടായി. ആ തലത്തില് ജീവിതം ഇനി മുൻപോട്ട് കൊണ്ടുപോകണമോ വേണ്ടയോ എന്നുള്ള ആഴമായ ഒരു ചിന്തയിലേക്ക് തന്നെ അവർ കടന്നു വരുന്നതായ ഒരു പശ്ചാത്തലം ഉണ്ടായി. അങ്ങനെ അവര് രണ്ടുപേരും തമ്മിൽ ആലോചിച്ച്, ഞങ്ങൾ കുഞ്ഞുങ്ങളാണ് എല്ലാവരും, അങ്ങനെ ഒരു സാഹചര്യത്തില് അന്തിമമായിട്ട് അവരെടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഇനിയും ജീവിതത്തിൽ മുൻപോട്ട് പോകേണ്ട, ഇവിടം കൊണ്ടെല്ലാം അവസാനിക്കട്ടെ എന്നുള്ള ഒരു ചിന്തയിലേക്ക് കാര്യങ്ങൾ കടന്നു വന്നു. കാരണം ജീവിതത്തിനകത്ത് കടന്നു വന്നതായ ആ പ്രയാസഘട്ടങ്ങളെ തരണം ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കാതെ വന്നു എന്നുള്ളതാണ് ആ സാഹചര്യത്തിലെ പ്രത്യേകമായ ആ തീരുമാനത്തിലേക്ക് എത്തിച്ചേരുവാനിടയ സാഹചര്യം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അന്നൊക്കെ ഞങ്ങള് ഒരു സാമുദായിക പശ്ചാത്തലത്തില് ഇങ്ങനെ കൂട്ടായ്മകൾ കൂടി, അല്ലെങ്കിൽ ആ കുർബാനയൊക്കെ സംബന്ധിച്ചും കൂട്ടായ്മകൾ കൂടിയും ഒക്കെ മുൻപോട്ട് പോകുന്ന ഒരു പശ്ചാത്തലമാണ്. ഞങ്ങളുടെ കുടുംബാംഗങ്ങളൊക്കെ അല്പാൽപമായ ഹെൽപ്പുകൾ, സഹായങ്ങൾ ഞങ്ങൾക്കുണ്ട്. എങ്കിൽ പോലും കാര്യങ്ങൾ മുൻപോട്ട് പോകാത്തതായ പശ്ചാത്തലങ്ങളിലൂടെ കാര്യങ്ങൾ കടന്നുപോയി. പ്രാരംഭത്തിൽ എന്റെ മാതാപിതാക്കൾ ചെയ്തത്, ഞങ്ങള് കുഞ്ഞുങ്ങളെയൊക്കെ ഞങ്ങളുടെ കുടുംബ വീടുകളിലേക്ക് ഞങ്ങളെ കൊടുക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പഠിപ്പിക്കാനും ഞങ്ങളെ ആവശ്യമുള്ള ആ കാലഘട്ടത്തിലെ കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ വേണ്ടി ഞങ്ങളെയൊക്കെ ഞങ്ങളുടെ പിതാവിന്റെ കുടുംബ വീടുകളിലേക്കും മാതാവിന്റെ കുടുംബത്തേക്കും ഒക്കെ പറഞ്ഞു വിടുന്ന പശ്ചാത്തലങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. ഞാനൊക്കെ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാല് ഒരു 2ാം ക്ലാസ് മുതലുള്ളതായ പഠന കാലഘട്ടം എൻ്റെ പിതാവിന്റെ മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ നിന്നാണ് ഞാൻ വളർന്നത്. അവിടെയാണ് ഞാൻ പഠിച്ചത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തില് മുൻപോട്ട് പോയി. പിന്നീടാണ് ആ ഒരു പശ്ചാത്തലത്തിൽ മുൻപോട്ട് പോകുമ്പോൾ തന്നെ എൻ്റെ മാതാപിതാക്കൾ വളരെ നിരാശിതരായിരുന്നു. മറ്റാർക്കും അങ്ങനെ ഒത്തിരി അറിയില്ലായിരുന്നു. ഒത്തിരി നിരാശയുടെ മണ്ഡലത്തിലൂടെയാണ് അവർ കടന്നുപോയത്. കാരണം കുഞ്ഞുങ്ങളെ എല്ലാവരും ഓരോ സ്ഥലങ്ങളിലാക്കി എങ്ങനെയാണ് മുൻപോട്ട് പോകുന്നത് എന്നുള്ള ഒരു മനോഭാരം അവരെ കൂടുതലായിട്ട് അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകുകയും, അങ്ങനെയാണ് ജീവിതത്തിന്റെ ഒരു അവസാനം എന്നുള്ള ദിവസത്തിലേക്ക് അവർ ആഗ്രഹിക്കുകയും തീരുമാനിക്കുകയും ഒക്കെ ചെയ്തതെങ്കിലും അവര് ഇരുവരും ചേർന്ന് ജീവിതത്തിൽ ഇനി മുൻപോട്ട് വേണ്ട, ഇവിടം കൊണ്ടെല്ലാം അവസാനിക്കട്ടെ എന്ന് ചിന്തിച്ചതായ ഒരു രാത്രിയുണ്ട്. ആ രാത്രി ഞങ്ങൾ അന്ന് താമസിക്കുന്ന ഒരു കൊച്ചു കുടിലാണ്, ഒരു കൊച്ചു വീടാണ്, ഓല കെട്ടിയ ഒരു കൊച്ചു കുടില്. അതിനുള്ളിലാണ് ഞങ്ങൾ എല്ലാവരും താമസിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് എൻ്റെ മാതാവും പിതാവും ചേർന്ന് ഈ കുടിലിന് തീയിട്ട് ശേഷമായിട്ട് മരിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ അവര് അതിനുള്ള ആദ്യ പടികളെല്ലാം ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ മാതാവൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയാണ്. അങ്ങനെ അവർ തീരുമാനമെടുക്കുകയും ആ നിലയിൽ കാര്യങ്ങൾ അവർ മുൻപോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.
എന്നാൽ ആ സമയത്ത് എന്റെ മാതാവ് എവിടെ നിന്നോ ഒരു ശബ്ദം കേൾക്കുകയുണ്ടായി. അത് ദൃശ്യമായിട്ട് ശബ്ദമായിട്ടുമാണ് എൻ്റെ അമ്മ അന്ന് കേൾക്കുകയുണ്ടായത്. മറ്റൊന്നുമല്ല, വളരെ വളരെ മനോഹരമായ ആ രാത്രി ഞങ്ങൾ 5 മക്കള് ആ കൂരയ്ക്കകത്ത്, ആ കുടിലിനകത്ത് കിടന്നുറങ്ങുന്നുണ്ട്. എൻ്റെ പിതാവും മാതാവും അതിന് പുറത്തുണ്ട്. പക്ഷെ ആ രാത്രി നല്ല നിലാവുള്ള ഒരു രാത്രിയായിരുന്നു, നല്ല നിലാവുള്ള രാത്രി. ആ രാത്രിയിൽ ഇവരെ രണ്ടുപേരും പുറത്തു നിന്ന് ഏറ്റവും അവസാന നിമിഷങ്ങളെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ നിലാവിന്റെ വെളിച്ചത്തിൽ ഒരു കാഴ്ച അവർ കാണുകയുണ്ടായി. അത് കണ്ടത് മറ്റൊന്നുമല്ല, ഉയർന്നു നിൽക്കുന്ന മലകളാണ് ആ നിലാവെളിച്ചത്തിൽ കണ്ടത്. ആ മലയെ നോക്കുമ്പോൾ ആരോ കാതിനകത്ത് പറയുന്നത് പോലെ തോന്നി, ആ മലയുടെ മുകൾ തട്ടിൽ എത്തിയാൽ പിന്നീട് എങ്ങോട്ടാണ് യാത്ര എന്ന് ചോദിക്കുന്ന ഒരു ശബ്ദമാണ് അന്ന് കേട്ടത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ആ മലയുടെ മുകൾ തട്ടിൽ ചെന്നാൽ പിന്നീട് പോകുന്നത് ഇറക്കത്തിലേക്കാണ്, താഴ്ചയിലേക്കാണെന്ന് മനസ്സിലായി. അവിടെ എൻ്റെ അമ്മയുടെ ഹൃദയത്തിനകത്ത് ആരോ സംസാരിക്കുന്നത് പോലെ തോന്നി. ഒരു കുന്നിന് ഒരു കുഴിയുണ്ട്, ഒരു കയറ്റത്തിനൊരു ഇറക്കമുണ്ട്, ഒരു ഇറക്കത്തിനൊരു കയറ്റമുണ്ട്, അതുകൊണ്ട് നീ മരിക്കരുത് എന്ന് പറയുന്ന ഒരു ശബ്ദം ആണ് അന്ന് ആ തീരുമാനത്തിൽ നിന്ന് എൻ്റെ മാതാപിതാക്കള് വ്യതിചലിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ തീരുമാനം മാറ്റുവാനായിട്ട് ഇടയായി തീർന്നത്. അതിനുശേഷം വീണ്ടും എങ്ങനെ മുൻപോട്ട് പോകണമെന്നൊന്നും അറിയില്ല. കാരണം കുഞ്ഞുങ്ങളെ പോറ്റുവാനായിട്ട് വഴിയില്ല, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് വഴികളില്ല, നനയാതെ കിടക്കാനായിട്ട് നല്ലൊരു വീടില്ല. അങ്ങനെ എല്ലാ നിലകളിലും വളരെ 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 ശോചനീയമായ പശ്ചാത്തലം. ഒത്തിരി പേർക്കൊന്നും കാര്യങ്ങളൊന്നും അറിയില്ല, വളരെ വിരളമായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ. ആ ഒരു പശ്ചാത്തലത്തിലൂടെ മുൻപോട്ട് പോവുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. പക്ഷെ എൻ്റെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം, പിതാവിന്റെ ഹൃദയത്തിനകത്ത് ഈ വേദപുസ്തകത്തിലൂടെയുള്ള ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാട് ചെറുപ്പകാലം മുതലേ ഹൃദയത്തിനകത്തുണ്ടായിരുന്നു. പക്ഷേ സാമുദായിക പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് എൻ്റെ അപ്പന്റെ കുടുംബം, എൻ്റെ അമ്മയുടെ കുടുംബം ഒക്കെ മണർകാട് പള്ളി, അതുപോലെ തന്നെ പരിമല പെരുന്നാള്, ഈ വിധ കാര്യങ്ങളൊക്കെ വളരെ സജീവമായി നിൽക്കുന്നവരും, അവിടെ നോമ്പ് നോറ്റ് നേർച്ച വാങ്ങി വീട്ടിൽ വന്ന് ജീവിക്കുകയും ആ ഒരു തലത്തിൽ യേശുവിന്റെ അമ്മയായിരിക്കുന്ന മറിയയ്ക്ക് വളരെ പ്രാധാന്യത കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന പശ്ചാത്തലത്തിൽ നിൽക്കുന്നത് കൊണ്ട്, അങ്ങനെ പെട്ടെന്ന് ചിന്താഗതികളെ ഒന്നും മാറ്റുക എന്നൊന്നും പറയുന്നത് എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ തന്നെ മുൻപോട്ട് തുടരുകയാണ് ചെയ്തിട്ടുള്ളത്. ദേവാലയങ്ങളിൽ പോവുക എന്ന് പറയുന്നത് വളരെ വിരളമായ സന്ദർഭങ്ങളിൽ മാത്രമാണ്. പ്രൊപ്പോസ് പള്ളിയാണ് ഞങ്ങളുടെ ഇടവക പള്ളി, തലമണ കുന്നേപ്പള്ളിയാണ്, ഇടകിടത്തി തലമണത്തടം കുന്നേപ്പള്ളി, അതാണ് ഞങ്ങളുടെ പൂർവികന്മാരുടെ ദേവാലയം. അവിടെയാണ് എൻ്റെ പിതാക്കന്മാരെയൊക്കെ അടക്കം ചെയ്തിട്ടുള്ളത്. അങ്ങനെയൊക്കെയുള്ള ആ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നത് കൊണ്ട് പെട്ടെന്ന് ആ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് പിന്തിരിയുക അല്ലെങ്കിൽ മാറുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. പക്ഷെ ജീവിതത്തിനകത്തെ ഏറ്റവും ദയനീയമായ പശ്ചാത്തലത്തിലൂടെ ഞാൻ കടന്നു പോകുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ കടന്നു പോകുന്ന ഒരു പശ്ചാത്തലമാണ്. അങ്ങനെ ഞങ്ങൾ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് വാസ്തവത്തില് എരുമേലിക്കടുത്ത് കിഴക്കേതിൽ എന്ന് പറയുന്ന ഒരു കുടുംബമുണ്ട്. എൻ്റെ അമ്മയുടെ വീട്ടുപേര് കിഴക്കേതിലാണ്. അതേ വീട്ടുപേരിൽ അറിയപ്പെടുന്ന ഒരു കുടുംബമുണ്ട്. അവർ താമസിച്ചിരുന്നത് ഞങ്ങളുടെ വീടിനോട് ഏറ്റവും അടുത്തുള്ള ഒരു സ്ഥലത്താണ്. അവിടെ ജോയിച്ചാൻ, കുട്ടിയപ്പൻ അച്ചാൻ, അതുപോലെ തന്നെ അച്ചും ചാൻ, ഇങ്ങനെ 3 മക്കൾ. അവർക്കൊരു പിതാവുമാണ്. അവർ 4 പേരാണ്, പിതാവും 3 മക്കളുമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ കത്തോലിക്ക പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്നവരാണ്. അവർ ആ ഒരു പശ്ചാത്തലത്തിലൂടെ പോകുന്നവരാണ്. പക്ഷേ അവർ 4 പേരും മദ്യപാനികളാണ്. അവർ തികഞ്ഞ മദ്യപാനികളാണ്. അവർ 4 പേരും ഒന്നിച്ചാണ് മദ്യപിക്കാനായിട്ട് പോകാറുള്ളത്. അവരെ മദ്യപിച്ച് വെളിവ് നഷ്ടപ്പെട്ടവരായി സർവ്വസാധാരണയായി നടന്നു വരുന്നത് നമ്മുടെ വീടിന്റെ സമീപത്തിലൂടെയായിരുന്നു. അപ്പൊ അവരെ കടന്നു വരുന്ന സന്ദർഭം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ വളരെ ഭയം ഉള്ള സമയങ്ങളാണ്. കാരണം അവർ 4 പേരും ഒന്നിച്ചാണ് വരുന്നത്, നല്ല ആരോഗ്യവാന്മാരായ ആളുകളാണ്. അവര് മദ്യപിച്ചൂടെ കടന്നു വരുമ്പോഴേക്ക് കുറച്ച് പ്രശ്നമാണ്. അങ്ങനെ ഞങ്ങൾ ഓടി ഒളിച്ചിട്ടുള്ള സന്ദർഭങ്ങളൊക്കെ ഞങ്ങളുടെ മുൻപിലുണ്ട്. പക്ഷേ അവരെ യേശു തൊട്ടു. അവര് കുടുംബമായിട്ട് മദ്യപാനമെല്ലാം നിർത്തി അവര് പെന്തിക്കോസ്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നു. ഒരു പ്രാർത്ഥനയും ജീവിതവും ഒക്കെ ആയിട്ട് മുൻപോട്ട് പോയി. അങ്ങനെ മുൻപോട്ട് പോകുന്നതായ ആ ഒരു പശ്ചാത്തലത്തിൽ ഈ അപ്പച്ചന്റെ 2ാമത്തെ മകൻ കുട്ടിയപ്പൻ എന്ന് പറയുന്ന ആള് ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നു. പക്ഷെ കയറി വരുമ്പോൾ ഞങ്ങളുടെ മെമ്മറിയിൽ, ഞങ്ങളുടെ ഓർമ്മയിലേക്ക് വരുന്നത് അന്ന് മദ്യപിച്ച് വെളിവ് കെട്ട് ചീത്ത വിളിച്ച് ഞങ്ങളുടെ വീടിന്റെ മുറ്റത്തൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യനെയാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. പക്ഷേ താനെ ഞങ്ങളുടെ വീടിന്റെ പരിസരത്തേക്ക് കടന്നു വന്നു. വീടിനകത്തൊന്നും കയറാൻ ഒക്കില്ല, കാരണം ഒരു കൊച്ചു കൂരയാണെന്ന് ഞങ്ങൾക്കുള്ളത്. വീടിന്റെ മുറ്റത്ത് തന്നെ ആ കാലഘട്ടത്തിന്റെ പശ്ചാത്തലം അനുസരിച്ച് ഒരു കൊച്ചു കൊരണ്ടി ഇട്ട് കൊടുത്ത് അതിൽ ഈ പ്രിയപ്പെട്ടവന് ഇരുന്നു കൊണ്ട് ഞങ്ങളോട് യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് ഇങ്ങനെ
സംസാരിക്കുകയാണ്. അതൊരു ശനിയാഴ്ച ദിവസമാണ്. ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു. ഞാൻ കുറച്ചുകൂടെ മച്ചുറായി, കുറച്ചുകൂടെ വളർന്നിട്ടുണ്ട്. ഒരു 7ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ താൻ ഇങ്ങനെ യേശുവിലൂടെയുള്ള സമാധാനത്തെക്കുറിച്ച്, യേശു ക്രിസ്തുവിലൂടെയുള്ള നന്മയെക്കുറിച്ചൊക്കെ ഈ മനുഷ്യൻ ഇങ്ങനെ പറയുകയാണ്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയുണ്ടായി, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ മദ്യപിച്ച് വെളിവ് കെട്ട് ചീത്തയൊക്കെ വിളിച്ച് ഇങ്ങനെ കടന്നു പോകുന്ന ഈ മനുഷ്യനിൽ വന്ന പരിവർത്തനത്തെക്കുറിച്ച്, മാറ്റത്തെക്കുറിച്ച് ഞാൻ ഒരു കൊച്ചുബാലനാണെങ്കിലും ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ട് തന്റെ സമീപത്ത് ഇങ്ങനെ ഇരിക്കുകയുണ്ടായി. താന് പറഞ്ഞു, യേശു ക്രിസ്തുവിനെ കാണാമെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് എല്ലാ ഭാരങ്ങളും മാറും, ജീവിതത്തിൽ വഴികളൊക്കെ തുറക്കും എന്നൊക്കെ പറയുകയുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, എന്റെ പിതാവിന് ജോലിയില്ല, ഞങ്ങൾ കുഞ്ഞുങ്ങളാണ്, മക്കൾ എല്ലാവരും കുഞ്ഞുങ്ങളാണ്, ആരും ജോലിക്ക് പോകാൻ പ്രാപ്തരായിട്ടില്ല, ജീവിതത്തില് എങ്ങനെ മുൻപോട്ട് പോകണമെന്ന് അറിയത്തില്ല, പട്ടിണിയുടെ അനുഭവങ്ങളുണ്ട്, പ്രയാസത്തിന്റെ അനുഭവങ്ങളുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കടന്നു പോകുമ്പോൾ ഇങ്ങനെ ഒരു വാക്ക് കേട്ടപ്പോൾ എവിടെ നിന്നോ ഒരു എനർജി ഉള്ളിൽ വരുന്നത് പോലെ അന്ന് തോന്നുകയുണ്ടായി. പക്ഷെ പിറ്റേ ദിവസം രാവിലെ തന്നോടുകൂടെ ചർച്ചിലേക്ക് ചെല്ലാൻ വേണ്ടി താൻ വിളിക്കുകയാണ് വാസ്തവത്തിൽ അന്ന് ചെയ്തത്. പക്ഷെ തന്റെ വിളി കേട്ടപ്പോൾ പിറ്റേ ദിവസം രാവിലെ ചർച്ചിലേക്ക് പോകുക എന്ന് പറയുന്നത്, അന്ന് ഞങ്ങൾ താമസിക്കുന്നത് എരുമേലിക്കടുത്ത് തുമരമ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നിന്ന് ഈ കുട്ടിയപ്പനച്ചാൻ എന്ന് പറയുന്ന ആൾ ചർച്ചിലേക്ക് പോകുന്നത് എരുമേലി കനകപ്പലം എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ 2 ബസ് കയറിയെങ്കിൽ മാത്രമേ എത്തിപ്പെടാനായിട്ട് സാധ്യമാകുകയുള്ളൂ. അതിന് വണ്ടിക്കൂലി ആവശ്യമുണ്ട്. അത് ഞങ്ങളുടെ കൈകളിൽ ഇല്ല. വാസ്തവത്തിൽ എന്റെ പിതാവിന്റെ കയ്യിലുമില്ല, ഞങ്ങളുടെ ആരുടെയും കയ്യിൽ അതിനുള്ള പണമില്ല. ഈ സാഹചര്യം എങ്ങനെയോ ഈ കുട്ടിപ്പൻഷാൻ മനസ്സിലാക്കിയതാണോ എന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും താൻ പറഞ്ഞു, നിങ്ങൾ വരാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ രാവിലെ ഒരുങ്ങി നിന്നാൽ മതി, ഞാൻ നിങ്ങളെ കൊണ്ടുപോയിക്കോളാം, തിരിച്ചിവിടെ കൊണ്ടുവന്ന് വിട്ടോളാം, വണ്ടിക്കൂലിയെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട എന്ന് പറഞ്ഞിട്ട് താന് അങ്ങ് പോവുകയുണ്ടായി. പക്ഷേ രാത്രി മുഴുവനും ഇങ്ങനെ എന്ത് ചെയ്യണം. കാരണം അപ്പന്റെ ഫാമിലി, അമ്മയുടെ ഫാമിലി, അവർക്കൊക്കെ അത്ര തൃപ്തിയായി തോന്നുകയില്ലെന്ന് ഞങ്ങൾക്കറിയാം. കാരണം എല്ലാം ഞങ്ങളുടെ മുമ്പിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. പക്ഷെ രാവിലെ എഴുന്നേറ്റപ്പോൾ പിതാവ് പറയുകയുണ്ടായി, ഞാൻ എന്തായാലും കുട്ടിയപ്പൻ വരുമ്പോഴേക്ക് ഞാൻ ഒരുങ്ങി നിൽക്കാൻ പോവുകയാണ്, ഞാൻ ഒന്ന് പോയി നോക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഒരു കൊച്ചു ബാലനായിരുന്ന എന്റെ മനസ്സിനകത്ത് ഒരാഗ്രഹം തോന്നി. എന്നാൽ എന്റെ പിതാവിനോടുകൂടെ ഞാനും കൂടെ പോകും എന്ന് എനിക്ക് തോന്നി. അങ്ങനെ എന്റെ പിതാവിനോടുകൂടെ ഞാനും കൂടെ പിറ്റേ ദിവസം രാവിലെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഓർമ്മയാണ്, കുട്ടിപ്പനച്ചാന്റെ കൂട്ടത്തിലെ ബസ്സിൽ കയറി താൻ തന്നെ വണ്ടിക്കൂലി കൊടുത്ത് ഞങ്ങളെ കനകപ്പലം ചർച്ച് ബോർഡിന്റെ ആരാധനാലയത്തിൽ കൊണ്ടുപോയി. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ അന്നത്തെ ശുശ്രൂഷകനായിരിക്കുന്ന എന്റെ ആത്മീയ പിതാവ്, എനിക്കൊരിക്കലും മറക്കാനാവാത്ത എന്റെ ഓർമ്മയിൽ ഇപ്പോഴും തിങ്ങി നിൽക്കുന്ന ആളാണ് PC എബ്രഹാം, പുതുപ്പള്ളി അവറാച്ച സാറാണ് അവിടുത്തെ അന്നത്തെ ശുശ്രൂഷകന്. സാറ് തന്നെ തുടങ്ങിയ സഭയാണ്. അവിടേക്ക് കടന്നുപോയി ഒന്നും അറിയാൻ മേലാത്ത ഒരു മനുഷ്യരെ പോലെ ഞങ്ങൾ ഇങ്ങനെ അവിടെ ഇരിക്കുകയുണ്ടായി, ആരാധന സംബന്ധിക്കുകയുണ്ടായി. പക്ഷേ കർത്താവിന്റെ ദാസന്റെ വചന ശുശ്രൂഷകളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും വചനമൊന്നുമല്ല നമുക്ക് ആവശ്യം. നമുക്കുള്ളത് ഭക്ഷിപ്പാനായിട്ട് എന്തെങ്കിലും വഴി ഉണ്ടാവണം, എന്റെ പിതാവിന് ഒരു ജോലി കിട്ടണം, വീട്ടിനകത്തെ അരാജകത്വം, ബുദ്ധിമുട്ടുകളൊന്നും മാറണം, വീട്ടിനകത്ത് ആകെപ്പാടെ അസമാധാനം നിറഞ്ഞു നിൽക്കുന്ന പശ്ചാത്തലമുണ്ട്, ഇതൊക്കെ ഒന്ന് മാറണം. ഇത് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. നമുക്കല്ലാതെ യേശുവിനെയോ അല്ലെങ്കിൽ പ്രാർത്ഥനയോ അല്ലെങ്കിൽ വേദപുസ്തകത്തിനകത്തെ ചരിത്രമോ തിയോളജി ഒന്നും കേൾക്കാൻ എന്നുള്ള താല്പര്യമോ അതിനുള്ള ഒരു മൈൻഡിലോ അല്ല നമ്മൾ അവിടെ ഇരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളത് ഏറ്റവും പ്രധാനമായിട്ട്, ഞാൻ അവിടെ ഇരുന്നപ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്, യേശു എന്റെ പിതാവിന് ഒരു ജോലി കൊടുക്കണേ, പൈസ കിട്ടണേ, ആഹാരം കഴിക്കാനായിട്ടുള്ള വഴികൾ ഉണ്ടാകണേ എന്നൊക്കെയുള്ള ആഗ്രഹമാണ്, വീട്ടിൽ സമാധാനം തരണേ, ഒരു കൊച്ചു വീട് തരണേ, ഈ പ്രാർത്ഥനകളൊക്കെ മാത്രമാണ് ഉള്ളത്. പക്ഷെ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, എന്റെ വിശ്വാസം ദൈവത്തിന് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആകാം അന്ന് ആ പ്രാർത്ഥന കഴിഞ്ഞ് അല്ലെങ്കിൽ ആരാധന കഴിഞ്ഞ് ഇറങ്ങുമ്പോ ആ വീട്ടിൽ മടങ്ങി എത്തുന്നതിന് മുൻപ് എന്റെ പിതാവിന് ഒരു ജോലി ലഭിക്കുകയുണ്ടായി. അത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അത്ഭുതം പോലെ ജീവിതത്തിൽ ഉണ്ടായി. പിറ്റേ ദിവസം രാവിലെ എന്റെ പിതാവ് ജോലിക്ക് വേണ്ടി കടന്നുപോയി. അന്ന് വൈകിട്ട് പിതാവിന് ശമ്പളം ലഭിച്ചു. അതുകൊണ്ട് ആഹാര സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിനകത്ത് ആ ഒരു വലിയ ബുദ്ധിമുട്ട് ഒന്ന് പരിഹരിക്കാനായിട്ട് കഴിഞ്ഞപ്പോൾ അന്തരാത്മാവിനകത്ത് കടന്നു വന്ന ഒരു വിശ്വാസമാണ്, യേശു ജോലി തരുന്ന യേശുവാണ്, യേശുവിനെ സേവിച്ച പട്ടിണികളൊക്കെ മാറും, പണം കിട്ടുമെന്നൊക്കെ ഒരു വിശ്വാസമാണ്. അല്ലാതെ രക്ഷയെക്കുറിച്ചോ സ്വർഗത്തെക്കുറിച്ചോ നിത്യതയെക്കുറിച്ചോ എന്നുള്ള കാഴ്ചപ്പാടൊന്നുമല്ല. യേശുവിനോട് പ്രാർത്ഥിച്ചു, യേശുവിന്റെ പ്രാർത്ഥന കേട്ടു, ആ കാര്യത്തിന് ഒരു പരിഹാരം തന്നല്ലോ എന്നുള്ള ഒരു വിശ്വാസവും ഒരു ഉത്സാഹവും അതിനകത്തുണ്ടാകുകയായിരുന്നു. അതോടുകൂടിയാണ് വാസ്തവത്തിൽ പിന്നീട് തുടർമാനമായിട്ട് ചർച്ചിൽ ആരാധനയ്ക്ക് പോവുകയാണ്. ആരാധനയ്ക്ക് പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ, സ്വർഗത്തെക്കുറിച്ചോ നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടൊന്നുമല്ല. പട്ടിണി മാറുക, വീട്ടിലെ അസമാധാനം മാറുക എന്നൊക്കെയുള്ള ആഗ്രഹം മാത്രമാണ് മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ പോകെ അല്ലെങ്കിൽ തുടർമാനമായി പോകാൻ തുടങ്ങിയപ്പോൾ ഈ വേദപുസ്തകത്തിന്റെ പ്രസംഗങ്ങളൊക്കെ ഞങ്ങളെ കൂടുതൽ ആകർഷിക്കുവാനും
ആ തലത്തിൽ ഞങ്ങൾ അതിനോട് കൂടുതൽ താല്പര്യത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുവാനായിട്ട് കഴിഞ്ഞു. എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ മാതാവ് വളരെ ശക്തമായിട്ട് എതിർത്തു. എൻ്റെ പിതാവിന്റെയും എൻ്റെ മാതാവിന്റെയും വീട്ടുകാർ വളരെ ശക്തമായിട്ട് എതിർത്തു. എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും അവർക്കതിനെ അങ്ങോട്ട് പെട്ടെന്ന് ഉൾക്കൊള്ളാനായിട്ട് കഴിയാതെ വന്നു. ആ തലത്തിലുള്ള ഒരുപാട് സംഭാഷണങ്ങളും ഒരുപാട് പ്രശ്നങ്ങളെയും തരണം ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ ഒന്നും പിന്മാറിയില്ല. ഇന്നെന്ന പോലെ ഞാൻ ഓർക്കുന്നു, കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പി.സി. എബ്രഹാം ഒരു രാത്രി കൺവെൻഷൻ പ്രസംഗം കഴിഞ്ഞ് എന്റെ വീട്ടിൽ ആദ്യമായിട്ട് വരുമ്പോൾ എന്റെ മാതാവ് തന്നെ വീട്ടിൽ തിരിച്ചു പോകാൻ അനുവദിക്കാതെ ചോദിച്ച ചോദ്യങ്ങൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം യേശുവിന്റെ അമ്മയായിരിക്കുന്ന മറിയെ കുറിച്ചുള്ള ചോദ്യമാണ്. മറിയെ നിങ്ങൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? മറിയ വിശുദ്ധമതിയല്ലേ എന്നുള്ള ചോദ്യങ്ങളാണ്. പക്ഷെ സാർ ഉത്തരങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ടെങ്കിലും അത് അംഗീകരിക്കാൻ മനസ്സില്ലാതെ എൻ്റെ അമ്മ ശക്തമായിട്ട് എതിർക്കുകയും അന്ന് ആ കർത്താവിന്റെ ദാസനെ പോകാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്ത ആ രാത്രി ഞാൻ ഓർക്കുന്നു. അവസാനമായിട്ട് ദൈവദാസനെ വളരെ ക്ഷീണിതനായിരുന്നു. താന് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് മറുപടി പറയാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം ആ പ്രാർത്ഥനയിൽ ലഭിക്കുകയായിരുന്നു. അന്ന് എൻ്റെ അമ്മ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത രാത്രിയാണത്. ഞാൻ അങ്ങനെ ഒത്തിരി അങ്ങോട്ട് ദീർഘമായി പോവുകയല്ല, ഒരു രത്ന ചുരുക്കങ്ങൾ പറഞ്ഞാണ് ഞാൻ മുൻപോട്ട് പോകുന്നത്. അങ്ങനെ എൻ്റെ പിതാവ്, എൻ്റെ മാതാവ്, ഞങ്ങൾ 5 മക്കളെ, ഞങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ കൃപയാൽ ആ ഒരു കൂട്ടായ്മയിലേക്ക് ഞങ്ങൾ കടന്നു വന്നു. കൂട്ടായ്മ പിന്നെയും ഞാൻ പറയുകയാണ്, കൂട്ടായ്മയിൽ അന്ന് ഞങ്ങൾ കടന്നു വന്നത് വേദപുസ്തകം അറിഞ്ഞല്ല, രക്ഷയോ സ്നാനമോ വേർപാടോ പിന്നെ പ്രാർത്ഥനാ ജീവിതമോ ഒന്നും അറിഞ്ഞിട്ടല്ല, സ്വർഗമോ നരകമോ ഒന്നും മനസ്സിലാക്കിയിട്ടല്ല. യേശുവിനോട് പ്രാർത്ഥിച്ച പട്ടിണി മാറ്റും, ദുഃഖം മാറ്റും, നിരാശ മാറ്റും, അതുകൊണ്ട് യേശുവിനെ വേണമെന്നുള്ള വിശ്വാസം മാത്രമായിരുന്നു. പക്ഷെ വളരെ വൈകിയാണ് ദൈവത്തിന്റെ വചനം കേട്ട് വന്നപ്പോഴാണ് യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം എന്താണ്, അല്ലെങ്കിൽ നിത്യത എന്താണ്, നിത്യത പ്രാപിക്കാനായിട്ട് മാനസാന്തരപ്പെട്ടേ കഴിയുകയുള്ളൂ. രക്ഷിക്കപ്പെടാതെ, സ്നാനപ്പെടാതെ, വേർപെട്ട് ജീവിക്കാതെ ഒരു മനുഷ്യന് നിത്യത പോകാൻ കഴിയില്ല എന്നൊക്കെ ഞങ്ങൾ ഗ്രഹിച്ചു. അത് പക്ഷെ വളരെ വൈകിയാണ് ഞങ്ങൾക്ക് അത് മനസ്സിലായത്. അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഈ വിശ്വാസ ജീവിതത്തിൽ നിൽപ്പാനായിട്ട് ഞങ്ങൾ സാധിക്കുന്നത് എന്ന യാഥാർത്ഥ്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയാണ് ഞങ്ങൾ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്. പക്ഷേ വിശ്വാസത്തിലേക്ക് കടന്നു വന്നെങ്കിലും എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ സൺഡേ സ്കൂൾ പഠിച്ചിട്ടില്ല, അങ്ങനെ വേദപുസ്തകമായിട്ട് വേണ്ടതുപോലുള്ള ഗ്രാഹ്യങ്ങളൊന്നുമില്ല. കൂട്ടായ്മകളിലെല്ലാം കൂട്ടായ്മകളിൽ സംബന്ധിക്കുമ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഇറങ്ങി വരുന്ന കാലഘട്ടമായതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ വേണ്ടി ഏറിയ ദിവസങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. സ്നാനപ്പെടുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. അങ്ങനെ ഒരു ആത്മനിലവാരത്തിൽ ഒരു കൂട്ടായ്മ പോലും മുടക്കാതെ എല്ലാ കൂട്ടായ്മകളിലും സംബന്ധിച്ച് അങ്ങനെ ഓരോ ദിവസങ്ങളും ആത്മീയ ജീവിതത്തിനകത്ത് മുൻപോട്ട് പോകാനായിട്ട് സാധിച്ചു. അങ്ങനെ ജീവിതം മുൻപോട്ട് പോകാനായിട്ട് സാധിച്ചു കഴിഞ്ഞപ്പോഴാണ് ജീവിതത്തിനകത്ത് അല്ലെങ്കിൽ കുടുംബത്തിനകത്തെ അരാജകത്വങ്ങളൊക്കെ മാറാനായിട്ട്, ബുദ്ധിമുട്ടുകളൊക്കെ മാറാനായിട്ട്, ഞങ്ങൾക്ക് വളർന്നു വരാനായിട്ടും, ഞങ്ങൾക്ക് ആ ഒരു പശ്ചാത്തലത്തിൽ ചേട്ടന്മാർക്ക് 2 പേർക്കും ജോലി ലഭിക്കാനായിട്ട് ഒക്കെയുള്ള സാവകാശങ്ങൾ ഉണ്ടായി. അപ്പൊ ഞങ്ങളുടെ ജീവിതത്തിന്റെ പശ്ചാത്തലങ്ങളൊക്കെ ഒന്നും മാറി ആ ഒരു നിലയിലേക്ക് വന്നപ്പോൾ കൂടുതൽ ദൈവത്തിന്റെ വചനത്തിന്റെ യാഥാർത്ഥ്യങ്ങളും മനസ്സിലാക്കുവാനും ഇടയായി തീർന്നു. ആ ഒരു നിലയിൽ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് ഒരിക്കലും ഈ ദൈവസാന്നിധ്യത്തിൽ നിന്ന് പിന്മാറാനായിട്ട് ഇടയാകാതെ ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ജീവിതം മുൻപോട്ട് കഴിപ്പാനായിട്ട് ഞങ്ങൾ കൂടുതലായിട്ട് താല്പര്യപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷേ എന്നോടുള്ള ബന്ധത്തിൽ പറഞ്ഞാല്, ഞാൻ സ്നാനപ്പെടുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അഭിഷേകം പ്രാപിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഞങ്ങൾ യൗവനക്കാരായ കുറച്ച് ആളുകൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച്, അത് സഭയുടെ പ്രാർത്ഥനയിലാണ്. പി.സി. പ്രസാദ് ഉണ്ട്, സാറ് ജീവിച്ചിരിക്കുന്ന ഒരു ഓർമ്മയുടെ മണ്ഡലത്തിലുള്ള ആളാണ് ഇന്നും. താന് അതിന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു. ഞങ്ങളുടെ തലയിൽ കരമിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് ഞങ്ങൾ അഭിഷേകമൊക്കെ പ്രാപിച്ച് അതിനുശേഷം സ്നാനപ്പെട്ട് ഇങ്ങനെ മുൻപോട്ട് വരുന്നതിന് ആ ഒരു പശ്ചാത്തലത്തില് അനവധി ആളുകൾ എന്നോട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വലിയ പ്രവചന ദൂത് എന്നോട് സംസാരിക്കുകയുണ്ടായി. അതിനുശേഷം ഞാൻ സ്വപ്നങ്ങളിലൂടെയൊക്കെ കർത്താവിന് വേല ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ കാണുകയുണ്ടായി. പക്ഷെ ഞാൻ നിങ്ങളോട് ആ പദം പറയുമ്പോൾ ഒരു പദം പറയാം. വാസ്തവത്തില് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കൊച്ചു പ്രായം മുതല് ജീവിതത്തിനകത്തെ അല്ലെങ്കിൽ കുടുംബത്തിനകത്തെ പശ്ചാത്തലങ്ങള്, പേരപ്പന്റെ വീട്ടിൽ പോയി നിന്നുള്ള പഠിത്തം അവരെന്നെ വളരെ കരുതലോടെ എന്നെ കരുതുകയും എനിക്ക് വേണ്ടതൊക്കെ ചെയ്തു തരികയും ചെയ്തിട്ടുണ്ടെന്നുള്ളത് നഗ്നമായ സത്യമാണ്. പക്ഷേ അവിടെയൊക്കെ നമ്മൾ ആയിരിക്കുന്ന പശ്ചാത്തലങ്ങളില് നമുക്ക് അവിടെയുള്ളതായ പരിമിതികളും നമ്മുടേതാകുന്ന പ്രശ്നങ്ങളുമുണ്ട്. 100 ജോലികൾ നമ്മുടെ മുമ്പിലുണ്ട്, അതൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ മുൻപോട്ട് പോകുമ്പോൾ
വേണ്ടതുപോലെ വിദ്യാഭ്യാസപരമായിട്ട് നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കാതെ പോയിട്ടുണ്ട്. കാരണം ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട്. പേരപ്പന്റെ വീടിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് ഒരു ബിസിനസ് സ്ഥാപനമുണ്ട്, കൂടുതൽ സ്ഥലങ്ങളുണ്ട്, അതുപോലെ തന്നെ പല 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 കാര്യങ്ങൾ അവരുടെ വീടുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതിനകത്തെല്ലാം നമ്മൾ കൊച്ചു പ്രായമാണെങ്കിലും ഇൻക്ലൂഡ് ആകേണ്ടതായിട്ടുണ്ട്. അതിലെല്ലാം നമ്മൾ ചെയ്യേണ്ട ജോലികൾ നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ട് വാസ്തവത്തിൽ അത്രമാത്രം നമുക്ക് ആ നിലയിൽ പഠനത്തിൽ മുൻപോട്ട് പോകാനായിട്ട് സാധിക്കാതെ വന്നു എന്നുള്ളത് മറ്റൊരു നഗ്നമായ സത്യമാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോഴേക്ക് കർത്താവിന്റെ വേലയ്ക്ക് കർത്താവ് എന്നെ വിളിച്ചപ്പോൾ കർത്താവിന്റെ വേല ചെയ്യുവാൻ കർത്താവ് വിളിച്ചിട്ടുണ്ടെന്നുള്ള ബോധ്യത എനിക്കുണ്ട്. പക്ഷേ എനിക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ടോ, എന്നെ കൊണ്ട് അത് സാധ്യമാണോ എന്നുള്ള ഒരു ചിന്ത എന്നെ ഭരിച്ചിട്ടുണ്ട്. പക്ഷെ ഒത്തിരി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഒത്തിരി പ്രാർത്ഥിച്ചു. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കർത്താവിനെ വിളിക്കുകയാണ്. പക്ഷെ എനിക്ക് വേണ്ടതുപോലെയുള്ള അറിവുകൾ വേദപുസ്തകം സംബന്ധിച്ചോ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെതാകുന്ന ജ്ഞാനങ്ങളോ വേണ്ടതുപോലെ എനിക്കില്ല. ആ നിലകളിലൊക്കെ ഞാൻ ഒത്തിരി സങ്കടപ്പെടുകയും ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഒത്തിരി കരയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും എനിക്കൊരു ഉത്തരം കിട്ടിയിട്ടേ ഇല്ല. പിന്നീട് ഞാൻ ഇങ്ങനെ മുൻപോട്ട് വന്നു കഴിഞ്ഞ ശേഷം ചില സാഹചര്യങ്ങൾ എൻ്റെ ആ ഒരു താല്പര്യത്തിൽ നിന്നും എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ നിയോഗങ്ങളിൽ നിന്നും ഞാൻ ഒത്തിരി പിന്നോക്കം മാറാനായിട്ടുള്ള സാവകാശങ്ങൾ ഉണ്ടായി. എൻ്റെ 10ാം ക്ലാസ് പഠനം കഴിഞ്ഞു. അതിനുശേഷമായിട്ട് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അടുത്ത ഒരു മാർഗം എന്നുള്ള നിലയിൽ ഞാൻ ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ മുൻപോട്ട് പോയി. അപ്പോഴും കർത്താവിന്റെ വേല എന്നുള്ള ഒരു കാഴ്ചപ്പാട് എൻ്റെ മുൻപിലുണ്ട്. അപ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ, കുടുംബത്തിന്റെ പശ്ചാത്തലമൊക്കെ മാറി, സാമ്പത്തികമായിട്ടൊക്കെ കുറച്ചുകൂടെ മെച്ചപ്പെട്ടു, സാമാന്യം മെച്ചപ്പെട്ട ഒരു വീടൊക്കെ പണിതു. ചേട്ടന്മാർക്ക് രണ്ടുപേർക്കും സാമാന്യം ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിതാവിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായ നിലയിൽ മുൻപോട്ട് പോകാൻ തുടങ്ങിയപ്പോഴേക്ക് എന്റെയും ആഗ്രഹത്തിനകത്ത് ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇനിയിപ്പോ എനിക്ക് ഒരു ജോലി എന്തെങ്കിലും സാവകാശത്തിലായിട്ട് കണ്ടെത്തി ആ നിലയിൽ മുൻപോട്ട് പോകാം എന്നുള്ള ഒരു താല്പര്യത്തിലേക്ക് ഞാനും കൂടെ കടന്നു പോവുകയാണ് ചെയ്തത്. പക്ഷേ ഈ നമ്മൾ വേദപുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്, ഭാഗ്യവശാൽ രൂത്ത് ബോവസിന്റെ വയലിലെത്തി എന്നൊരു പദം. ഞാൻ ആ പദം പറഞ്ഞതിനകത്ത് വളരെ അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് ഭാഗ്യവശാലാണ് രൂത്ത് ബോവസിന്റെ വയലിൽ തന്നെ എത്തിയത് എന്ന് പറയുന്നത് പോലെ ഞാൻ വന്നെത്തിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇന്ന് കേരളം അല്ല, ഇന്ത്യ അല്ല, ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു പേരുകെട്ട സയോൺ സിംഗേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഗായക സംഘത്തിന്റെ ആ ഒരു വീട്, ആ സയോൺ സിംഗേഴ്സ്, ജെയിംസ് പിടിയമലയിൽ ലിനി ജെയിംസ്, അവരുടെ വീട്ടിലേക്കാണ് ഞാൻ എത്തിപ്പെടുന്നത്. അവരുടെ വീട്ടിൽ എത്തിപ്പെടുമ്പോ അവിടെ ജെയിംസ് അച്ചാൻ ഉണ്ട്, ലിനി ആന്റി ഉണ്ട്, അവരുടെ മാതാപിതാക്കൾ അമേരിക്കയിലാണ്. ഞാൻ അവരോട് കൂടെ അവരുടെ വീട്ടിൽ പാർക്കുകയും ആ നിലയിൽ മുൻപോട്ട് പോവുകയും ചെയ്യാണ്. പക്ഷെ അവരുടെ കൂടെ ഞാൻ എല്ലാ പ്രോഗ്രാമുകൾക്കും ഇങ്ങനെ പോകാൻ തുടങ്ങി. അവരുടെ കൂട്ടത്തിൽ പ്രോഗ്രാമിന് പോവുക എന്ന് പറയുന്നത് ധാരാളം കൺവെൻഷൻ ആ സീസണിലൊക്കെ, ആ സമയങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ദിവസം പോലും പ്രോഗ്രാം ഇല്ലാത്ത ദിവസങ്ങളില്ല. ഞാൻ എല്ലാ ദിവസവും ഇവരുടെ കൂട്ടത്തിൽ പോയി ഇങ്ങനെ കൺവെൻഷൻ സ്റ്റേഡിയത്തിന്റെ പുറകിൽ ഇങ്ങനെ ഇരിക്കും. അവിടെ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളെല്ലാം ഞാൻ ആർത്തിയോടെ കേൾക്കും. ഇങ്ങനെ ഞാൻ കുറച്ചു കാലം മുൻപോട്ട് പോയി. അങ്ങനെ മുൻപോട്ട് പോകുന്ന സമയത്താണ് പിടിമലിലെ ജെയിംസ് അച്ചാന്റെ മാതാപിതാക്കള് അമേരിക്കയിൽ നിന്ന് മടങ്ങി വരുന്നത്. അവര് കർത്താവിന്റെ വേലക്കാരായിരുന്നല്ലോ. ഒരുപാട് ദുരിതങ്ങളിലൂടെ കർത്താവിന്റെ വേല ചെയ്ത ഒരുപാട് അനുഭവങ്ങൾ, പറഞ്ഞാൽ തീരാത്തതുപോലെ അനുഭവങ്ങളുള്ള ഒരു അപ്പച്ചനും അമ്മച്ചിയുമാണ്. അവരുടെ അരികത്തിരുന്ന് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് അമ്മച്ചി ജീവിച്ചിരിക്കുന്നല്ലോ. അമ്മച്ചി എന്നോട് കർത്താവിന്റെ വേലയെക്കുറിച്ചും കർത്താവിന്റെ വേല ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ചും അതിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒറ്റപ്പെടുത്തലുകള്, നിന്ദകള്, കഷ്ടങ്ങള്, പട്ടിണികള്, ഈ വിധ വിഷയങ്ങളെല്ലാം എന്നോട് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. പക്ഷെ ഞാൻ കർത്താവിന് വേല ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ കർത്താവിന് വേലക്കാരനാകുമെന്നോ ഉള്ള ചിന്താഗതിയിലൊന്നുമല്ല അമ്മച്ചി എന്നോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അമ്മച്ചി ഈ വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അത് എൻ്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് അമ്മച്ചിക്ക് അറിയില്ലായിരുന്നു, ഞാൻ അമ്മച്ചിയോട് പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഞാൻ കേൾക്കുമായിരുന്നു. പക്ഷെ അത് എന്നെ പിന്നീട് ബൈബിൾ കോളേജിലെ പഠനത്തിലേക്ക് എന്നെ പോകാനായിട്ട് എന്നെ കൂടുതൽ എനിക്ക് പ്രേരിപ്പിച്ചു എന്നുള്ളത് എനിക്ക് ഒരിക്കലും പറയാതിരിക്കാനായിട്ട് സാധ്യമല്ല. അമ്മച്ചിയുടെ ആ ഓരോ വാക്കുകളും എന്നെ കർത്താവിന്റെ വേലയിലേക്ക് എന്നെ കൊണ്ടുപോകാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് അമ്മച്ചി അറിയാതെ പറഞ്ഞ വാക്കുകളാണെങ്കിൽ പോലും ആ വാക്കുകൾക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നത് നഗ്നമായ സത്യമാണ്.
മാത്രമല്ല ജെയിംസ് അച്ചാന്റെ ലിനി ആന്റിയുടെയും ഒക്കെ ആത്മാർത്ഥമായ അവരുടെ ഒരു സ്നേഹം, അവരുടെ ആയിരിക്കുന്ന പൊസിഷനൊക്കെ മറന്ന് ഒരു സാധാരണക്കാരനായി എന്നോട് അവർ കാണിച്ചതായ വാത്സല്യവും സ്നേഹവും എന്നോടുള്ള കരുതലുകളും ഒക്കെ ഓർക്കുമ്പോൾ ആ ദൈവസ്നേഹം എത്രമാത്രം വലുതാണെന്ന് എൻ്റെ ഉള്ളിൽ അധികമായിട്ട് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഒരു രാത്രിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ മാനസികമായി ഭാരപ്പെട്ടിരിക്കുന്ന ഒരു രാത്രിയുണ്ട്. ആ രാത്രി ദൈവസന്നിധി ഞാൻ ഉറങ്ങാതെ പ്രാർത്ഥിച്ചു. പക്ഷെ ആ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് എൻ്റെ അരികത്തിറങ്ങി വന്നത് ഞാൻ അനുഭവിച്ചറിഞ്ഞു. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൊരു മുറിക്കകത്ത്. പക്ഷെ ആ രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഞാൻ നിന്നോട് വീണ്ടും പറയുന്നു, നീ എൻ്റെ വേലയ്ക്കുള്ളവനാണ്, നീ എൻ്റെ വേലയ്ക്ക് വേണ്ടി പുറപ്പെടണം എന്നെന്റെ കാതിനകത്ത് പറയുന്ന ശബ്ദം ഞാൻ അന്ന് രാത്രി കേട്ടു. ആ ശബ്ദം കേട്ടു. ഞാൻ അവിടെ നിന്നാണ് ഞാൻ കർത്താവിന് വേലയ്ക്ക് പുറപ്പെടുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കടന്നു വന്നത്. അങ്ങനെ ഞാൻ എൻ്റെ സഭയുടെ ശുശ്രൂഷകനായിരുന്ന ആ കാലഘട്ടത്തിൽ ഞാൻ കന്യാകുളത്തു നിന്ന് ഞങ്ങളുടെ താമസ സൗകര്യാർത്ഥവും ആരാധനയ്ക്ക് പോകുവാനുള്ള സൗകര്യാർത്ഥവും വേണ്ടി കണ്ണിമല ചച്ചക്കോടിന്റെ ആരാധനാലയത്തിലേക്ക് വന്നു. അതും ചച്ചോട് തന്നെയാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ആരാധനയെ സംബന്ധിച്ചു പോകുന്നു. അന്ന് അവിടെയുള്ള കർത്താവിന്റെ ദാസൻ സജി ചപ്പാത്ത് എന്ന് പറയുന്ന കർത്താവിന്റെ ദാസനെ ഞാൻ കണ്ടു. എൻ്റെ ആവശ്യം ഞാൻ ഓർപ്പിച്ചു. അങ്ങനെ എനിക്ക് ബൈബിൾ കോളേജിൽ അഡ്മിഷന് വേണ്ടിയിട്ട് ഉള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചു. ഞാൻ ഒരു ചർച്ചക്കോടുകാരൻ എന്നുള്ള നിലയിൽ ചർച്ചക്കോടിൽ അഡ്മിഷന് വേണ്ടി പരിശ്രമിച്ചു. അന്ന് എനിക്ക് അഡ്മിഷൻ ലഭിച്ചില്ല. അതിനുശേഷമായിട്ടാണ് ഞാൻ പാസ്റ്റർ ബാബു ജോർജിന്റെ ബൈബിൾ കോളേജ് ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ ഞാനൊരു അഡ്മിഷന് വേണ്ടിയിട്ട് കടന്നു വന്നു. അവിടെ കടന്നു വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അത് ഇവിടെ അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒരു എഴുത്തു പരീക്ഷയുണ്ട്, അതിൽ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകെപ്പാടെ നിരാശയായി. കാരണം ഞാൻ ഒരു വേദപുസ്തകത്തെ സംബന്ധിച്ച് എനിക്ക് യാതൊരു ഗ്രാഹ്യവും ഉള്ളവനല്ല. അത് മാത്രമല്ല ഈ ലോകത്തിന്റെ പഠനം സംബന്ധിച്ചാണെങ്കിൽ ലോക ചരിത്രത്തെ കുറിച്ചൊന്നും ഒത്തിരി പറയാനായിട്ട് പ്രാപ്തിയുള്ളയാളല്ല. അങ്ങനെയൊക്കെ ഒത്തിരി ഭാരങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടെങ്കിലും എന്നോട് പറഞ്ഞു എന്തായാലും എക്സാം അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു. പക്ഷേ ആ എക്സാമിനകത്ത് എനിക്ക് മാർക്കുകളൊന്നും നേടാൻ സാധിച്ചില്ല. ഞാൻ വളരെ നിരാശയോടുകൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ കോളേജിന്റെ രജിസ്ട്രാർ ദാനിയൽ സാർ എന്നോട് പറഞ്ഞു, നീയൊക്കെ ഇവിടെ അഡ്മിഷൻ തരാനായിട്ട് പ്രയാസമാണ്, കാരണം താന് ഈ ബൈബിൾ കോളേജിൽ പഠിക്കാനായിട്ട് യോഗ്യനല്ല എന്ന് പറയുകയുണ്ടായി. കാരണം എനിക്ക് വേദപുസ്തകത്തിനകത്ത് പുതിയ നിയമവും പഴയ നിയമവും എന്ന് പറഞ്ഞ 2 പുസ്തകമുണ്ടെന്ന് പോലും വേണ്ടതുപോലെ അറിയാത്ത ഒരു മനുഷ്യനാണ്. വേദപുസ്തകത്തിൽ എത്ര പുസ്തകമുണ്ടെന്ന് എനിക്കറിയില്ല. ആ ഒരു പശ്ചാത്തലമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സൺഡേ സ്കൂൾ പഠിച്ചിട്ടില്ല. അങ്ങനെയുള്ള ബൈബിൾ സംബന്ധിച്ചുള്ള യാതൊരു അറിവുകളും എനിക്കില്ലാത്തയാളല്ലേ. അപ്പൊ ആ ഒരു പശ്ചാത്തലം എനിക്ക് അഡ്മിഷന് എന്നെ വിലക്കി. അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്താണ് പാസ്റ്റർ ബാബു ജോർജ് താനെ താമസിക്കുന്ന ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഞാൻ ഇവിടെ വാതിൽക്കലിൽ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ താൻ എന്നോട് ചോദിച്ചു, ഇയാൾ ഇവിടെ നിന്ന് വരിക, എന്ത് പറ്റി, എന്താണ് ഇങ്ങനെ നിൽക്കുന്നതിനോട് ചോദിക്കുകയുണ്ടായി. ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. പെട്ടെന്ന് എന്നോട് പറഞ്ഞു, എന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വാ എന്ന് പറഞ്ഞ് രജിസ്ട്രാറിന്റെ അരികിൽ ദാനിയൽ സാറിന്റെ അരികിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഇവനെ ഇവിടെ നിന്നോട്ടെ, ഇവനെ നിങ്ങൾ അഡ്മിഷൻ ഒന്നും കൊടുക്കണ്ട, ഇവൻ ക്ലാസ്സിൽ ഇരുന്നോട്ടെ, ഇവിടെ നിൽക്കട്ടെ, 2-3 മാസം കഴിയുമ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞ് എനിക്ക് അങ്ങനെ അവിടെ അഡ്മിഷൻ ലഭിക്കുകയാണ് വാസ്തവത്തിൽ ഉണ്ടായത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ ദിവസങ്ങളൊന്നും ഒരിക്കലും എനിക്ക് മറക്കാനാവുന്ന ദിവസങ്ങളല്ല. കാരണം എൻ്റെ ഉള്ളിൽ ബൈബിൾ കോളേജിൽ പഠിക്കാനുള്ള ആർത്തിയും താല്പര്യവും ഉണ്ട്. പക്ഷേ എനിക്ക് അഡ്മിഷൻ ലഭിക്കാത്തതിന്റെ നിരാശയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ബാബു ജോർജ് സാർ അത് ചെയ്തു എന്നുള്ളത് എനിക്ക് എന്നും തന്നോടുള്ള ഏറ്റവും വലിയ കടപ്പാടായിട്ട് എന്റെ മുമ്പിൽ നിൽക്കുകയും ചെയ്യുന്ന ആ ഒരു സംഭവമാണ്. അങ്ങനെയാണ് എന്നെ അവിടെ വാസ്തവത്തിൽ എനിക്ക് അഡ്മിഷൻ തന്നത്. ഞാൻ അവിടെ താമസം ആരംഭിച്ചു. ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. പക്ഷെ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയാത്ത പശ്ചാത്തലങ്ങളുണ്ട്. ഒരു 2-3-4 മാസങ്ങളൊക്കെ പിന്നിടുമ്പോൾ അവിടെ ചാപ്പലിലെ രാവിലത്തെ പ്രസംഗമുണ്ട്. ചാപ്പലിലെ രാവിലത്തെ പ്രസംഗം എന്ന് പറയുന്നത് 5:15 പ്രസംഗമാണ്. 5:15 പ്രസംഗിക്കുന്ന ഫസ്റ്റ് ഇയർ ആണ്. ആദ്യത്തെ വർഷത്തെ കുഞ്ഞുങ്ങള് രാവിലെ സ്റ്റുഡൻസിന്റെ മുമ്പിൽ പ്രസംഗിക്കണം. പക്ഷെ എന്ത് പ്രസംഗിക്കാനാ, വേദപുസ്തകം അറിയാൻ മേലാത്ത എന്റെ റോള് വന്നു, ഞാൻ പ്രസംഗിക്കണം. പക്ഷെ എനിക്കറിയില്ല എന്ത് പ്രസംഗിക്കണമെന്ന്. ഞാൻ അന്ന് മുമ്പിൽ പോയി നിന്ന് വളരെ നിരാശപ്പെട്ട് പോയിരിക്കാനൊക്കെ ഇല്ല, അവരുടെ മുമ്പിൽ ആകെ അപമാനിതനായി ഞാൻ അവിടെ നിന്ന ശേഷം എൻ്റെ ടൈം തീർന്നവരെയും ഞാൻ ഫ്രണ്ടിൽ പുൽപ്പിറ്റിൽ നിന്നിട്ട് ഞാൻ മടങ്ങിപ്പോയിരുന്നു. വീണ്ടും അടുത്ത റൗണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും പ്രസംഗത്തിന്റെ ദിവസം വന്നു. ഞാൻ തലേ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. എനിക്ക് 3-ാം നിലയിലെ ബർത്തിലാണ് ഞാൻ അന്ന് കിടക്കുന്നത്, ഡോർമെട്രിയില്. ഞാൻ അവിടെ കിടന്ന് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടന്നു. എനിക്ക് ഉറങ്ങാനായിട്ട് കഴിയുന്നില്ല. ഞാൻ രാത്രി അവിടെ നിന്ന് ഒരു പരുവത്തിൽ എഴുന്നേറ്റ് ഞാൻ സങ്കടപ്പെട്ട് ചാപ്പലിലേക്ക് കടന്നുപോയി. ചാപ്പലിൽ പോയി ആ ചാപ്പലിന്റെ മൂലയിൽ തായ്ലം ടൂറിസ്റ്റ് ഹോം, റാന്നി തായ്ലം ടൂറിസ്റ്റ് ഹോം എന്നറിയപ്പെട്ട ആ സ്ഥാപനമാണ് അന്നത്തെ ബൈബിൾ കോളേജ്.
അതിന്റെ ഒരു മൂലയിലിരുന്ന് ഞാനിങ്ങനെ സങ്കടപ്പെട്ട് കരയുകയാണ്. പക്ഷെ ചാപ്പലിൽ രാത്രി കയറാൻ പെർമിഷൻ ഇല്ല. രാത്രി ചാപ്പലിൽ പോയാൽ അത് പണിഷ്മെന്റ് ആണ്. പിറ്റേ ദിവസം രാവിലെ അവരെ വീട്ടിൽ വിടുക. അതാണ് നിയമം, കോളേജിന്റെ നിയമമാണ്. പക്ഷെ ഞാൻ ചാപ്പലിൽ ഇരുന്ന് ഇങ്ങനെ കരയുകയാണ്. എനിക്ക് ശബ്ദമുണ്ടാക്കാൻ കഴിയത്തില്ല. ഞാൻ വളരെ നിരാശപ്പെട്ട് കരയുകയാണ്. കരയുന്ന സമയത്ത് പെട്ടെന്ന് ചാപ്പലിന്റെ ഡോറ് തുറന്നു. ഞാൻ ഭയന്നുപോയി. ഞാൻ വളരെ ഭയന്നു. കാരണം രാത്രി ചാപ്പലിൽ കയറാൻ പെർമിഷൻ ഇല്ല. ഞാൻ രാത്രി ചാപ്പലിൽ കയറിയത് എന്റെ മേലുള്ള ആരോപണമായിട്ട് വരുമെന്ന് എനിക്കറിയാം. നാളെ രാവിലെ ഞാൻ പിടിക്കപ്പെടും, എനിക്ക് പ്രശ്നമാകുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആകെ നിരാശപ്പെട്ടു. ഞാൻ നോക്കിയപ്പോൾ ആ വർഷത്തില് ആ കാലഘട്ടത്തിൽ 3-ാം വർഷം പഠിക്കുന്ന ട്രിവാൻഡ്രം സ്വദേശിയായിരിക്കുന്ന കുമാരദാസ് എന്ന് പറയുന്ന ഒരാളാണ് ഈ ചാപ്പലിന്റെ ഡോറ് തുറന്നിട്ടുള്ളത്. താൻ ഡോറ് തുറന്നു, ലൈറ്റ് ഇടുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുമാരദാസ് ആണ് കയറി വരുന്നത്. കുമാരദാസിനെ സംബന്ധിച്ച് അന്ന് കോളേജിന്റെ ലീഡർ താനാണ്. ഞാൻ മനസ്സിലാക്കി ഇനി എനിക്ക് ഒരു രക്ഷയുമില്ല. ഞാൻ ആകെ തകർന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ഈ കുമാരദാസന്റെ അരികിലേക്ക് ഓടിച്ചെന്ന് തന്റെ കാലിലേക്ക് വീണിട്ട് ഞാൻ പറഞ്ഞു, സഹോദര, എന്നെ ചതിക്കരുത്. ഞാൻ നാളത്തെ മെസ്സേജിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ട്, സങ്കടം കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ചാപ്പലിൽ കയറിയതാ. എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ പറയുമ്പോൾ താൻ എന്നോട് എന്തോ പറയാൻ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അത് കേൾക്കാനുള്ള ഒരു പശ്ചാത്തലമല്ല. കാരണം ഞാൻ കോളേജിൽ വിട്ടു പോകേണ്ടി വരുമെന്നുള്ളൊരു ചിന്ത മാത്രമാണ് എന്നെ ഭരിക്കുന്നത്. എങ്കിലും താൻ എന്നെ പിടിച്ച് എന്നെ എഴുന്നേൽപ്പിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ പറയുന്നത് നീ ഒന്ന് കേള് എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ കിടന്നുറങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ ചാപ്പലിൽ പ്രാർത്ഥിക്കുന്നെന്ന്, നിന്റെ കൂടെ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു എന്ന് താൻ എന്നോട് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി, ഇന്ന് രാത്രി ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോകുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. എന്നോട് താൻ പറഞ്ഞു, മുട്ടുകുത്ത്. താൻ ട്രിവാൻഡ്രത്ത് കർത്താവിന് വേല ചെയ്യുന്നു, AG സഭയുടെ ശുശ്രൂഷകനായിട്ട്. താൻ എന്റെ മുമ്പിൽ മുട്ടുകുത്തി, ഞാൻ തന്റെ മുമ്പിൽ മുട്ടുകുത്തി. താനോട് പറഞ്ഞു, കൈകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, ഈ രാത്രി ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ചാപ്പലിൽ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് കരങ്ങൾ പിടിച്ച് അന്ന് രാത്രി പ്രാർത്ഥിച്ചു. അന്ന് രാത്രി എന്റെ ശിരസിൽ ഒരു പരിശുദ്ധാത്മാവിന്റെ നിറവിറങ്ങി വന്നത് ഞാൻ മനസ്സിലാക്കി. അന്ന് രാത്രി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ച് എഴുന്നേറ്റു. രാവിലെ 5:15 മണിക്ക് ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ എഴുന്നേറ്റ് നിന്നത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. എന്റെ പ്രസംഗ സമയം എന്ന് പറയുന്നത് 40 മിനിറ്റ് ആണ്. പക്ഷേ 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 2 ആവർത്തി ബെല്ലടിച്ചാണ് 50-ാമത്തെ മിനിറ്റിൽ എന്റെ മെസ്സേജ് ഞാൻ അവസാനിപ്പിച്ചത്. ശക്തമായിട്ട് ആ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം സംസാരിക്കാനുള്ള കരുത്തും ബലവും ദൈവം എനിക്ക് നൽകി. അന്ന് തുടങ്ങി ഇന്നുവരെയും ദൈവത്തിന്റെ കൃപയാൽ ശക്തമായി കർത്താവിന് വേണ്ടി നിൽപ്പാനായിട്ടുള്ള ത്രാണി എനിക്ക് ദൈവം നൽകിയിട്ടുണ്ട്. അത് എന്റെ അക്ഷരാഭ്യാസമല്ല, എന്റെ പഠിപ്പല്ല, എന്റെ കഴിവല്ല, എന്റെ പ്രാപ്തിയല്ല. അന്ന് രാത്രി ഒന്നുകൂടെ പുറകോട്ട് പോയി പറഞ്ഞാൽ, D. ദാനിയൽ സാർ എനിക്ക് അഡ്മിഷൻ തരില്ലെന്ന് പറഞ്ഞതും ഞാൻ സങ്കടപ്പെടുന്നതും, പാസ്റ്റർ ബാബു ജോർജ് എന്നെ 3 മാസത്തെ ബെൻഡിങ്ങിൽ അവിടെ നിർത്തുന്നതും, അതിനുശേഷമായി കുമാരദാസ് എനിക്ക് കരം തന്ന് പ്രാർത്ഥിക്കുന്നതുമായ 3 രംഗങ്ങൾ, അതാണ് ഇന്ന് കർത്താവിന്റെ വേലയിൽ ഞാൻ ഉള്ളത് എന്ന് പറയാതിരിക്കാൻ എനിക്ക് സാധ്യമല്ല. അങ്ങനെ കർത്താവിന്റെ വേലയുടെ ഒരു ഭാഗമായി ആ ബൈബിൾ കോളേജ് പഠന സമയത്തിലേക്ക് ഞാൻ വന്നു. ശുശ്രൂഷയുടെ പാന്താവിന്റെ മുമ്പിൽ തുറന്നു. ഒത്തിരി തെറ്റുകൾ എന്റെ ജീവിതത്തിനകത്ത്, ശുശ്രൂഷ സംബന്ധിച്ച് എന്റെ അറിവ് കുറവിൽ നിന്ന് തെറ്റുകൾ പറയുന്ന സമയങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് പാസ്റ്റർ ബാബു ജോർജ് എന്നെ ശക്തനാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്റെ മാമനായിരിക്കുന്ന നിത്യതയിൽ ശ്രമിക്കുന്ന ജോർജ് പാസ്റ്ററിലേക്ക് മുക്കട AG ചർച്ചിന്റെ ശുശ്രൂഷകന്റെ ഒരു അസിസ്റ്റന്റ് പാസ്റ്ററായിട്ട് എന്നെ പറഞ്ഞു വിട്ടു. ആ വയോധികനായ ദൈവദാസനോട് കൂടെ പാർത്ത് താൻ എന്നെ വാസ്തവത്തിൽ എനിക്ക് പറഞ്ഞു തന്ന് എന്നെ പഠിപ്പിച്ച് എന്നെ 2 വർഷത്തിനുള്ളിൽ ശക്തനായ ഒരു ശുശ്രൂഷകനാക്കി മാറ്റി എന്നുള്ള വസ്തുതയും ഞാൻ ഈ സമയത്ത് സ്നേഹത്തോടെ ഓർക്കുകയാണ്. എനിക്കതൊരിക്കലും മറക്കാനാവാത്ത ഓർമ്മകളാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, എന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം വിളിച്ചു. 1, 2 ഈ ശുശ്രൂഷയുടെ വഴി എനിക്ക് താല്പര്യമില്ലാതെ കണ്ട് ഞാൻ പിന്മാറി. അവിടെ നിന്ന് ഞാൻ സയോൺ സിംഗേഴ്സിന്റെ PDM ഞാൻ വന്നു. അവരുടെ സ്നേഹം, അമ്മച്ചിയുടെ വാക്കുകൾ, അതിനുശേഷം ഞാൻ ബൈബിൾ കോളേജിലേക്ക് വരുമ്പോൾ ബാബു പാസ്റ്റർ എനിക്ക് ഒരു പെർമിഷൻ തരുന്നത്, അതുപോലെ തന്നെ കുമാരദാസ് എനിക്ക് വേണ്ടി കരം തന്നു പ്രാർത്ഥിക്കുന്നത്. ഈ രംഗങ്ങളാണ് എന്നെ കർത്താവിന്റെ വേലയുടെ ഭാഗമാക്കാനായിട്ട് എന്നെ പ്രാപ്തനാക്കിയത്. അങ്ങനെ ഞാൻ വന്നു. അതിനുശേഷമായിട്ട് പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഞാൻ
വാഗമണ്ണിലേക്ക് ഒരു വെളിപ്പാടിന്റെ പേരിൽ പോയി. വാഗമണ്ണിൽ വട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ വേല സ്വന്തമായിട്ട് ആരംഭിച്ചു. ആ പ്രവർത്തനത്തെ ദൈവം മാനിച്ചു. വളരെ ശക്തമായ തലത്തിൽ ആ പ്രവർത്തനങ്ങൾ അത് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം അവിടെ ഇരിക്കുന്ന സമയത്തായിരുന്നു എന്റെ വിവാഹം നടക്കുന്നത്. ആറന്മുള സ്വദേശി ആറന്മുള ഷാരൂർ ഫെലോഷിപ്പ് ചർച്ചിലെ അംഗമായിരിക്കുന്ന പൊങ്ങനാങ്കണ്ടത്തിൽ വീട്ടിൽ മിനി അല്ലെങ്കിൽ എൽസി എന്ന് പറയുന്ന ആളിനെ ഞാൻ വിവാഹം കഴിച്ചു. 1998 ഡിസംബറിലാണ് എന്റെ വിവാഹം നടക്കുന്നത്. 2000 എന്റെ മൂത്ത മോള് ജനിക്കുന്നു. 2007 രണ്ടാമത്തെ മോള് ജനിക്കുന്നു. അതിനുശേഷമായിട്ട് പാഴ്സനേജുകളിലാണ് ഞങ്ങളുടെ ജീവിതം. 99 മുതൽ പാഴ്സനേജിലാണ് താമസം. ഇപ്പോഴും പാഴ്സനേജിലാണ് താമസിക്കുന്നത്. സ്വന്തമായിട്ടൊരു ക്രമീകരണങ്ങൾ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞങ്ങൾ പാഴ്സനേജുകളിൽ കൃപയാൽ ഈ സമയം വരെ താമസിച്ച് ഇങ്ങനെ മുൻപോട്ട് പോകുന്നു. ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കൂടി ഞാൻ ഒന്ന് ഓർപ്പിക്കുകയാണെങ്കിൽ, ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഒരുപാട് കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ എനിക്ക് പറയേണ്ടതായിട്ടുണ്ടാകും. ഒരുപാട് കാര്യങ്ങൾ എത്ര മണിക്കൂർ പറഞ്ഞാലും തീരാത്തതുപോലെ 10-26 വർഷത്തിലെ ഈ ശുശ്രൂഷ കാലഘട്ടത്തില് എനിക്ക് പറയേണ്ടതായിട്ട് എന്റെ മുമ്പിലുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ദീർഘമായി പറയുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ചില ഓർമ്മകൾ, ചില സംഗതികൾ അത് കേൾക്കുന്നവർക്കൂടെ, പ്രത്യേകിച്ച് കർത്താവിന് വേല ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കരുത്താകേണ്ടതിന് വേണ്ടി ഞാൻ പറയാനായിട്ട് ഉത്സാഹിക്കും എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന സമയങ്ങളിൽ ചിലരുടെ പേരുകൾ ഞാൻ ഇനി പറയുകയില്ല. കാരണം അത് വേണ്ട എന്ന് ഞാൻ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് കൊണ്ട് ഞാൻ പറയാതിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കർത്താവിന്റെ വേലയിൽ ഇറങ്ങി. ഞാൻ പറഞ്ഞല്ലോ, ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്തുണ്ടായ ഒരു ആത്മനിറവാണ് എന്റെ ശുശ്രൂഷയുടെ പാന്താവ് തുറന്നത്. ആ ഒരു ആത്മനിറവിൽ ഞാൻ ശുശ്രൂഷിച്ച് മുൻപോട്ട് പോകുന്നെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ, സ്ഥലങ്ങളൊന്നും ഞാൻ പറയുകയില്ല, ഒരു സ്ഥലത്ത് ഞാൻ ശുശ്രൂഷിക്കുന്ന സന്ദർഭം, ആ സന്ദർഭത്തില് എന്റെ ജീവിതത്തില് സഭയ്ക്കകത്ത് ഒരു ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അതിന് പിന്നിലുള്ള കാരണങ്ങളൊക്കെ വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഞങ്ങൾ അതിനകത്ത് പ്രതികളൊന്നും അല്ലെങ്കിൽ പോലും സഭ അംഗങ്ങൾ തമ്മിലുള്ളതായ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായി. അത് ചില ആളുകൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ അതൊന്നും പറയാൻ വേണ്ടിയല്ല, ഞാൻ ഒരു അനുഭവം പറയാൻ വേണ്ടിയാണ്. ആ ഒരു അനുഭവത്തിന് മുമ്പിൽ വാസ്തവത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭാരപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടം എന്റെ ജീവിതത്തിനകത്ത് വന്നു. അപ്പോ ഞാൻ ഒരാളിന്റെ അരികിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, ഞാൻ വളരെ പ്രയാസത്തിലാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നൊരു ബുദ്ധി പറഞ്ഞു തരണമെന്ന് എന്നോട് ആ മാന്യദേഹത്തോട് ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷെ താന് ഈ വിഷയത്തെ കുറിച്ച് നല്ല ബോധ്യതയുള്ള ആളും ആ ആളിന്റെ അറിവോടുകൂടി സംഭവിക്കപ്പെട്ട കാര്യമാണെന്നുള്ളത് എനിക്ക് വാസ്തവത്തിൽ അറിയില്ലായിരുന്നു. പക്ഷെ ആ ആളിന്റെ അരികിൽ തന്നെ ചെന്ന് ഞാൻ ഈ കാര്യം പറയുമ്പോൾ താൻ എന്നോട് ഒറ്റ പദമേ പറഞ്ഞുള്ളൂ, ഈയുടെ ശുശ്രൂഷയെല്ലാം തീർന്നിരിക്കുന്നു, അതുകൊണ്ട് ഇയാള് ഒരു ലീവ് ലെറ്റർ എഴുതി തന്നിട്ട് ഇയാള് വീട്ടിലേക്ക് എങ്ങാനും പോയിക്കോ, ഇനി ഇയാൾക്ക് ശുശ്രൂഷയൊന്നും ഇല്ല എന്ന് എന്നോട് പറഞ്ഞ ഒരു ദിവസം. ഞാൻ കുടുംബമായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. പക്ഷേ തന്റെ ആഗ്രഹം അതായിരുന്നു, എന്നെ പുറത്താക്കണം അല്ലെങ്കിൽ എന്നെ അവിടെ നിന്ന് ഒഴിവാക്കണം എന്നുള്ള ചിന്തയുണ്ടായിരുന്നത് കൊണ്ട് തന്റെയും കൂടെ അറിവോടുകൂടിയാണ് ഈ സംഗതി അവിടെ രൂപപ്പെട്ടതെന്നുള്ളത് എനിക്ക് ഇത് പറയുമ്പോഴും എനിക്ക് മനസ്സിലായില്ല. വളരെ വൈകിയാണ് എനിക്കത് മനസ്സിലാകുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ എന്നോട് പറഞ്ഞു, ഇയാളുടെ ശുശ്രൂഷയെല്ലാം അവസാനിച്ചു, ഇനി തനിക്ക് ശുശ്രൂഷയില്ല, അതുകൊണ്ട് എനിക്ക് പുറത്താക്കുന്നതിന് പരിമിതി ഉള്ളത് കൊണ്ട് ലീവ് എഴുതണം, അല്ലെങ്കിൽ അവധി എടുത്ത് വീട്ടിൽ പോകണം എന്ന് എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷെ അപ്പോൾ പെട്ടെന്ന് എന്റെ മനുഷ്യൻ ഉണർന്നു എന്ന് എനിക്ക് പറയാതിരിക്കാൻ ഒക്കില്ല. എന്റെ മനുഷ്യൻ ഉണർന്നു. എനിക്ക് ഭയങ്കര ദേഷ്യവും സങ്കടവും എല്ലാം കൂടെ എനിക്ക് കയറി വന്നിട്ട് ഞാൻ പറഞ്ഞു, എന്റെ കയ്യിൽ പേപ്പറില്ല, എനിക്കൊരു പേപ്പർ താ, ഞാൻ ഇപ്പോൾ തന്നെ ഞാനത് എഴുതി തന്നിട്ട് ഞാൻ പോവുകയാണ്, ഞാൻ വിടുകയാണ്, എനിക്കിനി ശുശ്രൂഷ വേണ്ട എന്ന് ഞാൻ പറഞ്ഞ ഒരു പദമാണ്. പെട്ടെന്ന് ആ ദൈവദാസന്റെ ഭാര്യ വീടിനകത്തുണ്ടായിരുന്നു. അവര് ആ അമ്മാമ ഇതെല്ലാം കേട്ടോണ്ട് അകത്തിരിക്കുകയായിരുന്നു. അവരെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർ എത്രയും പെട്ടെന്ന് പാഴ്സനേജിലേക്ക് പോകണം, ഇപ്പൊ പാസ്റ്റർക്ക് പേപ്പർ ആവശ്യമില്ല, പേന ആവശ്യമില്ല, ഇപ്പോൾ ഒരു എഴുത്തിന്റെ ആവശ്യമില്ല, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറയാം, പാസ്റ്റർ വീട്ടിലേക്ക് പാഴ്സനേജിലേക്ക് പോകൂ എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പക്ഷേ അല്പം എന്റെ ഭാഷയെ പറഞ്ഞ ജഡീകമായി എന്റെ മനസ്സൊരല്പം ഉണർന്നിട്ട് ഞാൻ കത്ത് കൊടുത്ത് വീട്ടിൽ പോവുകയാണ് എന്ന് വാശി പിടിച്ചു. പക്ഷേ അമ്മാമ എന്നെ നിർബന്ധമായിട്ട് എന്നോട് അതരുത്, പാഴ്സനേജിലേക്ക് പോക എന്ന് പറഞ്ഞ് നിർബന്ധമായി എന്നെ
അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ് ഉണ്ടായത്. ഞാൻ എൻ്റെ പാഴ്സനേജിലേക്ക് തിരിച്ചു വന്നെങ്കിലും എനിക്ക് മുൻപോട്ട് പോകണമെന്നുള്ള താല്പര്യം എനിക്ക് നഷ്ടപ്പെട്ടു. കാരണം എന്തിനാണ് ഇങ്ങനെ പോകുന്നത്? ഞാൻ പ്രതിയല്ലാത്ത, ഞാൻ കുറ്റക്കാരനല്ലാത്ത ഒരു കാര്യത്തിൽ എന്നെ പ്രതിയാക്കി ഞാൻ വീട്ടിൽ പോകാൻ പറഞ്ഞു, എന്റെ ശുശ്രൂഷ അവസാനിച്ചു എന്ന് പറഞ്ഞു എന്നുള്ള ആ ഒരു നിരാശ എൻ്റെ ജീവിതത്തെ വല്ലാണ്ട് ഭാരപ്പെടുത്തി. പക്ഷെ കുറച്ച് ദിവസങ്ങൾ ഞാൻ നിരാശയിലിരുന്നെങ്കിലും പരിശുദ്ധാത്മാവിനെ ശക്തീകരിച്ചിട്ട് എന്നോട് പറഞ്ഞു, അതൊക്കെ ലോക വാക്കുകളാണ്, നീ അത് കേട്ട് ഭയപ്പെടരുത്, നിന്നെ ഇവിടെ വരെ കൊണ്ടുവന്നത് ഞാനാണ്, അതുകൊണ്ട് ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ആരെല്ലാം നിന്നെ കൈവിട്ടാലും ഞാൻ നിന്നെ കൈവിടുകയില്ല എന്നുള്ള ഒരു ശബ്ദത്തിന്റെ മുമ്പിൽ ഞാൻ വീണ്ടും ധൈര്യപ്പെട്ടു. ഞാൻ അങ്ങനെ വീണ്ടും ശുശ്രൂഷയിൽ മുൻപോട്ട് പോകുവാനായിട്ട് തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. പക്ഷേ കുറെ വർഷങ്ങൾ കഴിഞ്ഞു. അതിന്റെ ഒരു പൂർത്തീകരണം പറയാൻ വേണ്ടിയാ. കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഒരു സ്ഥലത്തേക്ക് എനിക്ക് ട്രാൻസ്ഫറിന് വേണ്ടിയുള്ള ക്രമീകരണം വന്നപ്പോൾ എന്റെ ശുശ്രൂഷ അവസാനിച്ചു എന്ന് പറഞ്ഞ ആള് വീണ്ടും അത് ബ്ലോക്ക് ചെയ്യാനായിട്ട് പരിശ്രമിച്ചു. ഞാൻ ആളുടെ പേര് അതുകൊണ്ടാണ് പറയാത്തത്. പക്ഷെ അത് ദൈവത്താൽ സംഭവിക്കപ്പെട്ടു എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. അത് ബ്ലോക്ക് ചെയ്യാനായിട്ട് പരിശ്രമിച്ചെങ്കിലും ദൈവത്തിന്റെ ഹിതം എന്ന നിലയിൽ ഞാൻ അവിടെ തന്നെ എത്തിപ്പെടേണ്ടതായിട്ട് വന്നു. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന അടുത്ത പദം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. അതിനുശേഷമായിട്ട് ഒരു ദിവസം എന്നെ ഒരു ദൈവദാസൻ വിളിച്ചു. ഇവരുടെ എല്ലാം പേരുകൾ പറയാത്തത് ഈ ഒരു രംഗമായതുകൊണ്ടാണ്. ഒരു ദൈവദാസൻ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ വിളിക്കുന്നത് ഒരാൾ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ഞാൻ ചോദിച്ചു, ആരാണ്? അപ്പോൾ എന്നോട് പറഞ്ഞത്, ഏതാണ്ട് ഒരു 10 വർഷത്തിന് മുമ്പ് അല്ലെങ്കിൽ ഒരു 9 വർഷത്തിന് മുമ്പ് എന്റെ ശുശ്രൂഷ അവസാനിച്ചിരിക്കുന്നു എന്ന് എന്നോട് പറഞ്ഞ ആള് പറഞ്ഞിട്ടാണ് വിളിച്ചതെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താണ് കാര്യം? എന്നോട് പറഞ്ഞു, ആ ആളിന്റെ വീട്ടിൽ ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, നല്ല കാര്യമാണ്. എന്നിട്ട് അടുത്ത പദം എന്നോട് പറഞ്ഞത് ഇതാണ്, എന്നോട് പാസ്റ്റർ പറഞ്ഞു, കുര്യാക്കോസ് പാസ്റ്റർക്ക് ആ മീറ്റിങ്ങിൽ വന്ന് സംബന്ധിക്കാൻ കഴിയുന്ന ദിവസം ചോദിച്ചിട്ട്, എന്ന് പറഞ്ഞാൽ എനിക്ക് ഡേറ്റ് ഉള്ള ദിവസം കണ്ടെത്തി ആ പാസ്റ്ററുടെ വീട്ടിൽ ഉപവാസ പ്രാർത്ഥന വെച്ചിട്ട് ഒരു പകലിലെ പ്രസംഗം എന്നെ കൊണ്ട് പ്രസംഗിപ്പിക്കണം എന്ന് പറയുകയുണ്ടായി. അപ്പൊ എന്നോട് പറഞ്ഞു, ഇത് പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് എൻ്റെ ഓർമ്മ പോയത് കുറെ വർഷങ്ങൾക്ക് മുമ്പിൽ ആ വീട്ടിലെ സെറ്റിയിൽ ഇരിക്കുമ്പോൾ എന്നോട് ഈയുടെ ശുശ്രൂഷ തീർന്നു, ഇയാൾ വീട്ടിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞ ആള് 10 വർഷം പിന്നിടുമ്പോൾ എന്നെ ഒരാളിനെ കൊണ്ട് വിളിപ്പിച്ചിട്ട് പറയുകയാണ്, എൻ്റെ വീട്ടിൽ വന്ന് ശുശ്രൂഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഏത് ദിവസവും വെച്ചോ, ഞാൻ ആ ദിവസത്തെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്ത് ഞാൻ വരാമെന്ന് പറയുകയുണ്ടായി. ഞാൻ അങ്ങനെ പറഞ്ഞവസാനിപ്പിച്ചു. തൊട്ടടുത്ത ദിവസം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ, ഇന്ന മാസം ഇത്രാം തീയതിയാണ് ആ പ്രാർത്ഥന, അന്ന് രാവിലെ സമയത്ത് ഉച്ചവരെയുള്ള സമയത്ത് പാസ്റ്റർ ശുശ്രൂഷയാണ്, പാസ്റ്റർ അതിന് ഒരുങ്ങി വരണമെന്ന് പറഞ്ഞു. ഞാൻ ആ വീട്ടിലേക്ക് കടന്നുപോയി. ആ ദൈവദാസൻ വളരെ വയോധികനായി അവിടെ ഉണ്ടായിരുന്നു. താൻ ഒരു കസേരയിൽ എൻ്റെ അരികത്ത് വന്നിരുന്നു. ഞാൻ അന്ന് 1.25 മണിക്കൂർ ആ വീട്ടിൽ ആ ദൈവദാസന്റെ മുമ്പിൽ പ്രസംഗിച്ചു. 10 വർഷത്തിന് മുമ്പ് എന്റെ ശുശ്രൂഷ അവസാനിച്ചു എന്ന് പറഞ്ഞ ആ വ്യക്തി തൻ്റെ വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് എന്നെ വിളിച്ച് 1.25 മണിക്കൂർ ദൈവത്തിന്റെ വചനം ഞാൻ പ്രസംഗിച്ചു എന്ന് പറയുമ്പോൾ, ശുശ്രൂഷ തീർന്നെന്ന് നിങ്ങളോട് ആരെങ്കിലും പറയുന്നെങ്കിൽ ഓർത്തോണം, അത് കേട്ടിട്ട് എന്നെ പോലെ നിങ്ങൾ നിരാശപ്പെടരുത്. ശുശ്രൂഷയ്ക്ക് വിളിച്ചത് ദൈവമാണ്. ആ മെസ്സേജ് കഴിഞ്ഞ് പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞത് ആരാണെന്നറിയാമോ? ഈ എന്നോട് ശുശ്രൂഷ അവസാനിച്ചു എന്ന് പറഞ്ഞ ആ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ് ആ പ്രാർത്ഥനയ്ക്ക്, ആ മെസ്സേജിന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞത്. നമ്മുടെ ദൈവം ആരാണെന്ന് അന്ന് ദൈവം എന്നെ പഠിപ്പിച്ച ഒരു ഓർമ്മയാണ്. നമ്മുടെ ദൈവം നമ്മെ വിളിച്ചെങ്കിൽ ആരൊക്കെ നമ്മെ പൂട്ടാൻ നോക്കിയാലും, ആരൊക്കെ നമ്മെ വീട്ടിൽ പറഞ്ഞു വിടാൻ നോക്കിയാലും, ആരെല്ലാം നമ്മുടെ ശുശ്രൂഷയുടെ വാതിൽ അടയ്ക്കാൻ നോക്കിയാലും, അവിടെ ഒന്നും നമ്മുടെ വാതിൽ അടയ്ക്കാൻ അവർക്ക് സാധ്യമല്ല. കാരണം നമ്മെ വേലയ്ക്ക് വിളിച്ചത് ദൈവമാണെന്ന് ദൈവം അന്ന് എന്നെ പഠിപ്പിച്ചു. അതിനുശേഷം ഇങ്ങനെയുള്ള ഒരുപാട് വാക്കുകൾ, അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ നിരാശപ്പെട്ടിട്ടില്ല. കാരണം ദൈവം എനിക്ക് പഠിപ്പിച്ചു തന്നു, കർത്താവിന്റെ വേലയിൽ ഒരുപാട് തിക്താനുഭവങ്ങൾ ഉണ്ടാകും.
അനേകര് നമ്മളെ ദൈവം വിളിച്ചിട്ടില്ലെന്ന് പറയും. പക്ഷെ അവിടെ ഒന്നും നമ്മൾ നിരാശപ്പെടരുത്. നമ്മൾ ധൈര്യത്തോടെ മുൻപോട്ട് പോകണമെന്ന് ദൈവം അന്ന് എന്നെ പഠിപ്പിച്ചു എന്ന് കൃത്യമായ തലത്തിൽ ഞാൻ പറയുകയാണ്. മറ്റൊരു ഓർമ്മ കൂടെ ഞാൻ പങ്കുവയ്ക്കാം. അത് 2000-ലെ ഓർമ്മയാണ്. ഇതിനു മുൻപുള്ള സംഭവമാണ്. അത് നിങ്ങൾക്കൊരു ധൈര്യത്തിന് കാരണമാകട്ടെ. എന്റെ ജീവിതത്തിനകത്ത് ശുശ്രൂഷയുള്ള ബന്ധത്തിൽ പാഴ്സണേജിൽ താമസിക്കുന്ന വാടക പാഴ്സണേജ് ആണ്, ഒരു വീടാണ്. വളരെ പ്രയാസപ്പെടുന്ന ഒരു ഘട്ടമാണ്. ആ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഒരു സമയത്ത് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഒരാളിനോട് ഒരല്പം പൈസ കടം ചോദിക്കാൻ വേണ്ടി പോയി. മറ്റൊരു ദൈവദാസനോടാണ്. ഒരല്പം പൈസ വീട്ടിലെ അത്യാവശ്യമായ ചില സാധനങ്ങൾ വാങ്ങുവാൻ വേണ്ടിയാണ് ഞാൻ അവിടേക്ക് കടന്നുപോയി. ഞാൻ തന്നോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ തന്നോട് പറഞ്ഞു, പാസ്റ്റേ, ഒരല്പം ബുദ്ധിമുട്ട് എനിക്കുണ്ട്. വീട്ടിലെ സാധനങ്ങളൊന്നുമില്ല. എനിക്ക് ഒരു 100 രൂപ ഒരു വായ്പയായിട്ട് 100 രൂപ, അന്നത്തെ 100 രൂപ വളരെ വിലയുള്ള 100 രൂപയാണല്ലോ. ഒരു 100 രൂപ എനിക്ക് വായ്പയായിട്ട് തരണം, ഞാൻ താമസിപ്പിക്കാതെ തിരികെ തരാമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ ഈ 100 രൂപ തന്നാൽ ഇയാൾ എങ്ങനെ തിരിച്ചു തരുമെന്ന് ചോദിച്ചു. വാസ്തവത്തിൽ എങ്ങനെ തിരിച്ചു കൊടുക്കും എന്ന് പറയാനായിട്ട് എന്റെ മുമ്പിൽ മാർഗമുണ്ടായിരുന്നില്ല. കാരണം മുമ്പിൽ ഇരിക്കാൻ വിശ്വാസികൾ വളരെ കുറവാണ്. അവരും വളരെ പട്ടിണിപ്പാവങ്ങളായിട്ടുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടിന്റെ നടുവിൽ അവർക്ക് അതിന്റെ പരിമിതികൾ അവർക്കുണ്ട്. എനിക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഭാരപ്പെടുന്ന സമയമാണ്. പക്ഷെ താൻ വർത്താനമെല്ലാം പറഞ്ഞിട്ട് താൻ എഴുന്നേറ്റ് പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കെട്ട് നോട്ട് 100-ന്റെ നോട്ടുകളാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടുകൾ. 100-ന്റെ ഒരു കെട്ട് നോട്ട് എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു കനാൻ ദേശം കണ്ടതുപോലെ കാണാനുള്ള ഭാഗ്യമേ മോശിക്കുള്ളൂ, പൈസ തരില്ലെന്ന് പറഞ്ഞ് താൻ പോക്കറ്റിലേക്ക് ഇട്ടു. ആ പൈസ എനിക്ക് 100 രൂപ തന്നില്ല. ഞാൻ ഓർത്തു, ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പക്കാരന്, നല്ല സ്നേഹിതരാണ്. ഞാൻ ഓർത്തു ഞാൻ ഇറങ്ങുമ്പോൾ എനിക്ക് തരും എന്ന് ഞാൻ ഓർത്തു. പക്ഷെ ഞാൻ ഇറങ്ങുമ്പോൾ താന് എനിക്ക് 100 രൂപ തന്നില്ല. ഞാൻ തിരിഞ്ഞു നോക്കി, എന്നെ വിളിക്കുന്നു, എനിക്ക് തരുമോ നോക്കി, പക്ഷെ എനിക്ക് തന്നില്ല. ഞാൻ നിരാശപ്പെട്ട് എന്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ പാഴ്സനേജിലേക്ക് ഞാൻ മടങ്ങിപ്പോവുകയുണ്ടായി. ഞാൻ എന്റെ വൈഫിനോട് ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ചോദിക്കരുതായിരുന്നു, ദൈവത്തോട് ചോദിച്ചാൽ മതിയായിരുന്നു. ഞാൻ 100 രൂപ ചോദിച്ചു അരി വാങ്ങാൻ വേണ്ടി, പക്ഷെ എനിക്ക് തന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൾ എന്നെ ധൈര്യപ്പെടുത്തി. ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചു. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, അന്ന് ആണ് ഞാൻ ഏറ്റവും ഭാരപ്പെട്ടിരിക്കുന്ന സമയമാണ്. അന്ന് തന്നെ ഒരാള് ഫോൺ ചെയ്തു. എനിക്കന്ന് ഫോണുള്ള കാലമല്ല. തൊട്ടയലത്തെ വീട്ടിൽ അന്ന് ലാൻഡ് ഫോണുകളാണ്, മൊബൈൽ ഫോണുകളൊന്നും ഒത്തിരി ഉള്ള കാലമല്ല. തൊട്ടടുത്ത വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. അവിടുത്തെ പാസ്റ്റർ ഉണ്ടോ, ഒന്ന് വിളിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ ഓടിച്ചെന്ന് ഫോൺ എടുത്തപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, പിന്നെ എന്റെ വീട്ടിലെ പേര് സന്തോഷം എന്നാണ്, സന്തോഷ് പാസ്റ്റർ ഇവിടെ വരെ ഒന്ന് വരാമോ, ഒരാൾ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അവിടേക്ക് പോയി. അവിടേക്ക് ചെല്ലുമ്പോ അവിടെ വാസ്തവത്തില് എന്നെ വിളിച്ച ആളിന്റെ ജ്യേഷ്ഠൻ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ആ ആൾ എന്നെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചു വിളിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കണ്ട് എന്നോട് വർത്താനമൊക്കെ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ താൻ എന്റെ കയ്യിൽ എന്തോ ഒന്ന് എന്റെ കയ്യിൽ തന്നു. ഞാൻ അത് വാങ്ങി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോ ഒക്കെ എന്റെ മനസ്സിൽ ഇതൊന്ന് നോക്കാനുള്ള ആർത്തി എനിക്കുണ്ട് വാസ്തവത്തില്. കാരണം എന്താ എന്റെ ഈ തന്നത്, എത്ര രൂപയുണ്ട്, അരി മേടിക്കാനുള്ള കാശുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ നടന്നിറങ്ങുമ്പോൾ ആളുകൾ എന്നെ വീക്ഷിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ കുറച്ചു ദൂരം, ഒരു വളവ് വളയുന്നത് വരെയൊക്കെ ഞാൻ വളരെ ബന്ധപ്പെടുത്തി പൈസ ഇങ്ങനെ കയ്യിൽ പിടിച്ച് ഞാൻ ഇത് എത്ര എന്നിങ്ങനെ മൈൻഡ് കൊണ്ട് ഓർത്തോർത്ത് നടന്നു. ഇച്ചിരി മുന്നോട്ട് പോകുമ്പോ വാസ്തവത്തില് ഞാൻ അത് പരിശോധിച്ച് നോക്കിയപ്പോൾ 1000 രൂപ അന്ന് മനുഷ്യൻ എന്റെ കയ്യിലേക്ക് തന്നു. അന്ന് പരിശുദ്ധാത്മാവ് വഴിയിൽ വെച്ച് എന്നോട് പറഞ്ഞു, നീ 100 ചോദിച്ചാൽ ഞാൻ നിനക്ക് 1000 തരാൻ പ്രാപ്തനാ കുഞ്ഞെ. അന്ന് പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ചൊരു ദിവസമുണ്ട്. ഞാൻ അതും നിങ്ങളുടെ മനധൈര്യത്തിന് വേണ്ടി, നിങ്ങളുടെ ആത്മീക അഭിവൃദ്ധിക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. മുട്ടിയ വാതിൽ അടഞ്ഞാൽ തുറക്കുന്ന ഒരു വാതിൽ നമ്മുടെ മുമ്പിലുണ്ട്. ആ ദൈവമാണ് നമ്മെ വിളിച്ചത്. എന്റെ ജീവിതത്തിനകത്ത് ദൈവം നടത്തിയ ഒരുപാട് വഴികളുണ്ട്. കുഞ്ഞ് ഒരു ബിസ്ക്കറ്റിന് വേണ്ടി ആഗ്രഹിച്ച ദിവസങ്ങളുണ്ട്, കൊടുക്കാൻ കഴിയാതെ പോയ ദിവസങ്ങളുണ്ട്, പാഴ്സനേജിൽ താമസിക്കുമ്പോൾ ഒക്കെ. പക്ഷേ അവിടെ നിന്നൊക്കെ ദൈവം തക്കതായ സമയങ്ങളിൽ വഴികളെ തുറന്നിട്ടുള്ളതും ഞാൻ മറന്നുകളയുന്നില്ല. അങ്ങനെ ആ ഒരു രംഗം എന്റെ ജീവിതത്തിൽ, എന്റെ ശുശ്രൂഷയിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്ന ഒരു രംഗമായി എന്റെ ജീവിതത്തിന്റെ ഓർമ്മയിൽ കിടക്കുന്നു. അതും ഞാൻ ഈ സമയത്ത്
പങ്കുവയ്ക്കുകയാണ്. കർത്താവ് അതും നിങ്ങൾക്കൊരു നന്മയ്ക്ക് കാരണമാക്കി തീർക്കട്ടെ. ഒരു സാഹചര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. സമയം മുൻപോട്ട് പോകുന്നല്ലോ. സമയത്തിന് പരിമിതി ഇല്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ ഒരു പരിമിതമായ അളവ് കൊണ്ട് എന്റെ വാക്കുകൾ നിർത്താനായിട്ട് ഉത്സാഹിക്കുന്നത് കൊണ്ടാണ്. മറ്റൊരു രംഗം ഞാൻ ഓർക്കുന്നത് പറയാം. അതും ഞാൻ സ്ഥലമോ ആളിന്റെ പേരുകളോ പറയാതെയാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരു സ്ഥലത്ത് കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തില് അവിടെ ഒരു പ്രത്യേക ശുശ്രൂഷ, മറ്റൊന്നുമല്ല, ഒരു കുഞ്ഞിന്റെ സമർപ്പണ പ്രാർത്ഥന ആ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുകയുണ്ടായി. അപ്പോ കുഞ്ഞിന്റെ പ്രതിഷ്ഠ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ഞാൻ ആ സഭയുടെ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ അത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്നുള്ള ആഗ്രഹം ആ വീട്ടുകാർക്കുണ്ടെങ്കിലും ചില ആളുകൾ അത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ മറ്റൊരാൾ ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതിന് വേണ്ടി അതിന്റെ നടത്തേണ്ട ദിവസങ്ങൾ മാറ്റി, അതിന്റെ ക്രമീകരണങ്ങൾ മാറ്റി, അങ്ങനെ ആ ഒരു തലത്തിൽ ഒരു ക്രമീകരണങ്ങളിലേക്ക് അത് കൊണ്ടുവരികയുണ്ടായി. പക്ഷെ എനിക്ക് അത്രമാത്രം അറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു പെന്തക്കോസ്ത് ജനിച്ച ആളല്ല, ഞാനൊരു പാസ്റ്റർ മകനായിട്ട് ജനിച്ച ആളല്ല. അതുകൊണ്ട് ഒരുപാട് കുരുട്ടുബുദ്ധികളും തന്ത്രങ്ങളും ഒന്നും എനിക്ക് അത്രമാത്രം അറിയില്ലായിരുന്നു. ഇപ്പൊ ഒത്തിരിയൊക്കെ പഠിച്ചു തുടങ്ങി. പണ്ട് എനിക്ക് അത്രയും ഒന്നും അറിയുന്ന ഒരു കാലമല്ലായിരുന്നു. അതുകൊണ്ട് പലരും പറയുന്നത് ശരിയായ ഒരു മാർഗത്തിൽ ഞാനങ്ങ് സ്വീകരിക്കുമായിരുന്നു. അങ്ങനെ ഇവര് ദിവസം മാറ്റി, ക്രമീകരണങ്ങളെല്ലാം മാറ്റി, അവസാനം വന്നപ്പോ കുഞ്ഞിന്റെ സമർപ്പണ പ്രാർത്ഥന വെച്ചപ്പോ എങ്ങനെ വെച്ചെന്ന് ചോദിച്ചാൽ, കുഞ്ഞിനെ സമർപ്പിക്കാൻ ഒരാളുണ്ട്, മെസ്സേജിന് ഒരാളുണ്ട്, പിന്നെ പോയിട്ട് എന്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് ആ പ്രോഗ്രാം അവർ വീട്ടിൽ വെച്ച് ക്രമീകരിച്ചത്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിന് ഒരു പ്രയാസമുണ്ടായി. ഒരു സഭയുടെ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ പൂർണ്ണമായിട്ട് എന്നെ ഒഴിവാക്കിക്കൊണ്ട് തന്ത്രപരമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ചില ആളുകൾ അത് ഏറ്റെടുത്തല്ലോ എന്നൊരു ചിന്ത എന്നെ ഭരിക്കുകയുണ്ടായി. പക്ഷെ പരിശുദ്ധാത്മാവ് വന്ന് എന്നോട് പറഞ്ഞു, മിണ്ടാതിരിക്കാൻ ഞാൻ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അങ്ങനെ ശാന്തമായിട്ട് പറഞ്ഞ് 1-2 ആഴ്ചകളുണ്ട് ഈ ശുശ്രൂഷ നടക്കാൻ വേണ്ടി. അവരുടെ വീട്ടിൽ വെച്ചാണ് ഈ ശുശ്രൂഷ നടക്കുന്നത്. എന്നിട്ട് സംഭവിക്കപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ കാര്യങ്ങളും റെഡിയായിട്ട് നടന്നു. പക്ഷേ ഈ കുഞ്ഞിന്റെ സമർപ്പണ പ്രാർത്ഥന നടക്കേണ്ട അന്ന് രാവിലെ ഈ കുഞ്ഞിനെ സമർപ്പിക്കാൻ വേണ്ടി തന്ത്രപരമായിട്ട് അത് ഏറ്റെടുത്തിരിക്കുന്നയാള് രാവിലെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണാൻ പാടില്ലാത്തൊരു കാഴ്ച കണ്ടു. തനിക്കൊരല്പം ഭയം കൂടെയുള്ള ആളായതുകൊണ്ട് താൻ പേടിച്ചു. അതിനുശേഷം താൻ വീട്ടിനകത്തേക്ക് കയറി തന്റെ ഭാര്യയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷമായിട്ട് താനെ പുറത്തേക്ക് ഇറങ്ങി ഒരിടത്തേക്ക് പോകാൻ വേണ്ടി തന്റെ കാർ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി കാറിലേക്ക് കയറി. കാറിൽ കയറുന്ന സമയത്ത് പെട്ടെന്ന് കാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്തോ ഒരു ശബ്ദം കാറിനടിയിൽ കേട്ടു. താനെ പേടിച്ച്, കാരണം താൻ ആദ്യം മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച തന്നെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം താൻ പ്രാർത്ഥിച്ച് കാറിൽ കയറി കാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കേട്ട ശബ്ദം തന്നെ വീണ്ടും ഭയപ്പെടുത്തി. താൻ പെട്ടെന്ന് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എന്താണെന്ന് നോക്കാൻ വേണ്ടി കാറിനടിയിലേക്ക് ശ്രദ്ധിപ്പാൻ വേണ്ടി താൻ കുനിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്റെ നടു ഉളുക്കി. അങ്ങനെ തനിക്ക് നുവരാൻ കഴിയാതെ വന്നു. താൻ അവിടെ നിന്നുകൊണ്ട് തന്നെ ഭാര്യ വിളിച്ചു. അവർ പെട്ടെന്ന് തന്നെ പിടിച്ച് മുറിയിൽ കൊണ്ടുപോയി തന്നെ ബെഡിൽ കിടത്തി. പക്ഷെ തനിക്ക് എഴുന്നേൽക്കാനായിട്ട് പിന്നീട് സാധിച്ചില്ല. അങ്ങനെ താൻ അവിടെ കിടന്നു. പക്ഷെ അന്ന് വൈകിട്ട് 7 മണിക്ക് കുഞ്ഞിനെ സമർപ്പിക്കണം. പക്ഷെ തനിക്ക് കിടക്കൽ നിന്ന് എഴുന്നേൽക്കാനായിട്ടോ ഈ വീട്ടിലേക്ക് വരുവാനായിട്ടോ ഈ കുഞ്ഞിനെ സമർപ്പിക്കാനായിട്ടോ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ താന് അവിടെ കിടക്കുകയുണ്ടായി. അതിനുശേഷമായിട്ട് ഞാൻ ഈ വാർത്ത അറിഞ്ഞു. എന്നോട് വിളിച്ചു പറഞ്ഞു, ഇതുപോലെ സംഭവം ഉണ്ട്, അതുകൊണ്ട് തനിക്ക് കുഞ്ഞിനെ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല, പാസ്റ്റർ തന്നെ ആ ശുശ്രൂഷ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് മാത്രം പറഞ്ഞു, മറ്റൊന്നും ഞാൻ പറഞ്ഞില്ല. ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ പോയി. വൈകിട്ട് പ്രാർത്ഥനയ്ക്ക് ചെന്നു. ദൈവവചനം സംസാരിക്കാനുള്ള ദൈവദാസൻ വന്നിട്ടുണ്ട്, തനിക്ക് വചനം ശുശ്രൂഷിക്കാൻ അവസരം കൊടുത്തു. അതിനുശേഷം ഞാൻ ഈ കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഞാൻ ഈ ആളിന്റെ വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, പക്ഷെ പ്രാർത്ഥിക്കേണ്ട, നടുവിന്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു, കുറച്ചു മുമ്പേ റിലീസായി, സൗഖ്യമായി എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറയാൻ വന്നത് എന്നാണെന്നറിയാമോ? ഞാൻ പറയാൻ വന്നത്, നമ്മൾ ഒരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ അത് നമ്മളാണ് ചെയ്യേണ്ടതെന്ന് ദൈവത്തിന്റെ പദ്ധതിക്കകത്തുണ്ടെങ്കിൽ അത് നമ്മെ കൊണ്ട് തന്നെ ദൈവം ചെയ്യിപ്പിക്കും. നമ്മൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരു തന്ത്രവും പണിയണ്ട, ഒരു വിളച്ചിലും കാണിക്കേണ്ട. അത് സ്ഥാനമായാലും ശുശ്രൂഷയായാലും മാന്യതയായാലും എന്തായാലും ഒന്നിനും വേണ്ടി നമ്മൾ ഓടണ്ട. നമ്മൾ ചെയ്യേണ്ടത് നമ്മെ കൊണ്ട് മാത്രമേ ദൈവം ചെയ്യിപ്പിക്കത്തുള്ളൂ. അതാരൊക്കെ കടന്നു കയറാൻ നോക്കിയാലും, ആരൊക്കെ പിടിച്ചു പറിക്കാൻ നോക്കിയാലും കൃത്യമായ സമയമാകുമ്പോൾ ദൈവം നമ്മെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുമെന്ന് ശുശ്രൂഷ ദൈവം എന്നെ പഠിപ്പിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, അത് പാസ്റ്ററെന്നോ വിശ്വാസിയെന്നോ ഇല്ല, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മെ ബ്ലോക്ക് ചെയ്യാൻ, നമ്മെ മാറ്റി നിർത്താൻ, നമ്മുടെ നന്മ കെടുത്തിക്കളയാൻ, നമ്മുടെ ശുശ്രൂഷ അവസാനിപ്പിക്കാൻ, നമ്മുടെ നന്മകൾ ഇല്ലാതെയാക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. അത് ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യമാകുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങൾ ശുശ്രൂഷകനാകാം, നിങ്ങൾ ശുശ്രൂഷകയാകാം, നിങ്ങൾ വിശ്വാസിയാകാം, നിങ്ങൾ സഹോദരനാകാം, സഹോദരിയാകാം, പഠിക്കുന്ന കുഞ്ഞാകാം, ജോലി ചെയ്യുന്നയാളാകാം, ആരുമാകാം, നിങ്ങളോട് കൂടെ ദൈവം ഉണ്ടോ എന്ന് ഓരോ ദിവസങ്ങളും നിങ്ങൾ പരിശോധിക്കണം. ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളെ തകർക്കാനായിട്ട്, നിങ്ങളുടെ തലമുറയെ തകർക്കാനായിട്ട്, നിങ്ങളുടെ കുടുംബത്തെ തകർക്കാനായിട്ട്, നിങ്ങളുടെ ശുശ്രൂഷയെ തകർക്കാനായിട്ട് ആർക്കും സാധ്യമല്ല. അതെന്റെ ജീവിതമാണ്. അക്ഷരാഭ്യാസം കുറവുള്ള, പേരും പ്രസിദ്ധിയും പറയാൻ വഴിയില്ലാത്ത, വേണ്ടുന്നതുപോലെ ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷയില്ലാഞ്ഞ് എന്നെ ദൈവം ഇവിടെ വരെ കൊണ്ടുവന്നെങ്കിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ പറയുന്നു, ദൈവത്തോട് കൂടെ നിങ്ങൾ വസിക്കുന്നു എങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കുവാൻ ശക്തനായ ദൈവം തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 99 മുതൽ ഞാൻ പറഞ്ഞല്ലോ, പാഴ്സനേജുകളിൽ പാർക്കുകയാണ്. ചൊഴിയക്കോട്, കുളത്തുപുഴയ്ക്കടുത്ത് ചൊഴിയക്കോട് കർത്താവിന് വേലയിൽ ആയിരുന്നു. സീതത്തോട്, അതിനുശേഷമായിട്ട് പിന്നെ നമ്മുടെ മാവേലിക്കരയ്ക്കടുത്ത് ചെറുതന എന്ന് പറയുന്ന സ്ഥലത്ത്, നമ്മുടെ ചെറുതന ജംഗ്ഷന്റെ തൊട്ടടുത്ത്, അതിനുശേഷം മുതുകുളം, പിന്നീട് ചിറ്റാറ്, അതിനുശേഷം പെരുവ, അതിനുശേഷം മല്ലപ്പള്ളി, അതിനുശേഷം ഇപ്പോൾ മുട്ടുമണ്ണ. ഇത്രയും പാഴ്സനേജുകൾ, ഇത്രയും സ്ഥലങ്ങളിൽ പാർത്ത് കർത്താവിന്റെ വേല ചെയ്യുവാനായിട്ട് പല രാജ്യങ്ങളിൽ കടന്നുപോയി കർത്താവിന്റെ നാമത്തെ ഉയർത്താനായിട്ട് ഒക്കെയുള്ള അവസരങ്ങൾ ദൈവമായി കർത്താവ് എനിക്ക് നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത്, കർത്താവിന്റെ കൃപയാൽ കർത്താവ് എനിക്ക് തന്ന ഒരു വെളിപ്പാടാണ്. എല്ലാ ദിവസങ്ങളും ദൈവത്തിന്റെ വചനം ജനത്തിന് കൈമാറുക എന്നുള്ള വലിയൊരു കാഴ്ചപ്പാടോടുകൂടി ഈ കോവിഡ് വരുന്നതിന് തൊട്ട് മുൻപായിട്ടുള്ള സന്ദർഭങ്ങളിൽ ഞാൻ ആരംഭിച്ചാണ് ദൈവവചനം എന്ന് പറയുന്ന ഒരു ശുശ്രൂഷ ആരംഭിക്കപ്പെട്ടു. ഇന്ന് 1993 എപ്പിസോഡ്, ഇന്ന് രാവിലത്തെ എപ്പിസോഡായിട്ട് അയക്കാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. അതിനിടയിൽ എന്റെ ഫോണുകൾ എല്ലാം മോഷണം പോയ, ഞാൻ താമസിക്കുന്ന പാഴ്സനേജിൽ ഒരു കള്ളം കയറിയ രംഗമുണ്ട്. അങ്ങനെ പറഞ്ഞു വന്നാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കള്ളം കയറിയ സമയത്ത് എന്റെ ഫോണെല്ലാം മോഷണം പോവുകയുണ്ടായി. അങ്ങനെ ഒരു 30 ദിവസം എനിക്ക് ഈ മെസ്സേജ് വിടാനായിട്ട് കഴിയാതെ വന്നു, ഫോൺ ഇല്ലാത്തത് കൊണ്ടും ഒക്കെ. ബാക്കി നോക്കിയാൽ 1993 ദിവസമാണ് ഇന്ന്. 30 ദിവസം കൂടെ അയക്കാൻ പറ്റിയിരുന്നെങ്കിൽ ആ 30 ദിവസം കൂടെ മുൻപോട്ട് പോകാൻ. ഇത്രയും വർഷങ്ങൾ കർത്താവിന്റെ കൃപയാൽ എല്ലാ ദിവസങ്ങളും പ്രഭാതത്തിൽ ഒരു 3:45 മണി സമയമാകുമ്പോൾ ദൈവവചനം എന്ന് പറയുന്ന ഷോർട്ട് മെസ്സേജ് ജനത്തിന് കൈമാറാനായിട്ട് സാധിക്കുന്നു. ഏതാണ്ട് ആയിരക്കണക്കിന് ആളുകൾ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ദൈവവചനം കേൾക്കാനായിട്ടും ഇടയായിത്തീരുന്നുണ്ട്. അവരുടെ പ്രാർത്ഥന, അവരുടെ സപ്പോർട്ടുകൾ ഒക്കെ ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ്. ആ തലത്തിൽ കർത്താവിന് വേല ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കൃപയാൽ ഇന്ന് വരെ കർത്താവിന്റെ വേലയിൽ മുന്നേറാനായിട്ട് ഇടയായിത്തീർന്നിട്ടുണ്ട് എന്ന കാര്യം ഓർപ്പിക്കുകയാണ്. എന്റെ കഴിവോ പ്രാപ്തിയോ ഒന്നുമല്ല, അനേക പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന, എന്റെ മാതാക്കളുടെ പ്രാർത്ഥന, ഞാൻ ഇരുന്നിട്ടുള്ള സഭാംഗങ്ങൾ, അവിടെയുള്ള ദൈവമക്കളുടെ ഒക്കെ പ്രാർത്ഥന, ഞാൻ മുമ്പേ പേർ പറയപ്പെട്ട പ്രിയപ്പെട്ടവരുടെ ഒക്കെ പ്രാർത്ഥനയും അവരുടെ എന്നോടുള്ള വാത്സല്യവും സ്നേഹവും ഒക്കെ എന്റെ ശുശ്രൂഷയ്ക്ക് ഒത്തിരി എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, എന്നെ നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ള വസ്തുതകളൊക്കെ ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. പിന്നെ നിങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും ഒക്കെ ഞാൻ ചോദിക്കുകയൂടെ ചെയ്യുന്നു. ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഉണ്ടായതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഒരുപാട് ചരിത്രങ്ങൾ വേറെയും പറയാനുണ്ടെങ്കിലും ഞാൻ വളരെ പ്രധാനപ്പെട്ടതും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതുമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നിർത്താനായിട്ട് ഉത്സാഹിച്ചു എന്നുള്ളതാണ് സത്യസന്ധമായ വസ്തുത. അതുകൊണ്ട് തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ സ്നേഹവും ഒക്കെ ഞാൻ ചോദിക്കുകയും കൂടെ ചെയ്യുകയാണ്. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസൻ ഡാനിയൽ പാസ്റ്റർ പ്രത്യേകം വന്ദനം ചെല്ലുകയാണ്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇങ്ങനൊരു അവസരം എനിക്ക് തന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. 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 കർത്താവിന് സ്തോത്രം. ദാവീദ് തൻ്റെ ജീവിതത്തിൽ തൻ്റെ മാതാപിതാക്കന്മാർക്ക് പ്രിയപ്പെട്ടവനാണ്. പക്ഷെങ്കിൽ താന് ബാല്യകാലം അല്ലെങ്കിൽ തൻ്റെ യൗവനകാലം കുടുംബത്തിൽ നിന്ന് മാറി വ്യത്യസ്തമായ ഒരു ജീവിതം നയിക്കേണ്ടി വന്നു.
ആ സാഹചര്യത്തിലൂടെ ഒത്തിരി തിക്ത അനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. കഷ്ടതയും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ കടന്നു വന്നു. പക്ഷേ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ പ്രകാരം ആ തിരഞ്ഞെടുപ്പ് സമയമായപ്പോൾ ദാവീദിൻ്റെ മേൽ ഒരു അഭിഷേകത്തിൻ്റെ തൈലം പകർന്ന് ഇസ്രായേലിൻ്റെ രാജാവായിട്ട് ദാവീദിനെ ദൈവം നിയോഗിക്കുകയുണ്ടായി. അതിനുവേണ്ടി ദാവീദ് കാത്തിരിക്കേണ്ടി വന്ന ചില കാലയളവിനെക്കുറിച്ചൊക്കെ നമുക്കറിയാം. ഞാൻ ഓർക്കുകയായിരുന്നു, കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കുര്യാക്കോസ് ബാല്യകാലം മലബാറിൽ ജനിച്ചു. പട്ടിണിയും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും ഒക്കെ നിറഞ്ഞതായ ആ ഒരു ബാല്യം ആഗ്രഹിച്ചതുപോലെ അല്ലെങ്കിൽ ലഭ്യമാകാമായിരുന്ന ആ ഒരു നിലവാരത്തിലേക്കൊന്നും ഉയരുവാൻ അന്ന് കഴിഞ്ഞില്ലെങ്കിൽ പോലും ഹൃദയത്തിൻ്റെ ഉള്ളിൽ അന്തരംഗത്തിൽ വലിയ അടങ്ങാത്ത ഒരു ദാഹം ഉണ്ടായിരുന്നു. എനിക്ക് മുന്നോട്ട് ജീവിക്കണം, വളർച്ച ഉണ്ടാകണം, അഭിവൃദ്ധി ഉണ്ടാകണം, ജീവിതത്തിലെ നിലവാരങ്ങൾക്ക് മാറ്റമുണ്ടാകണം എന്നുള്ള ആ ഒരു ദീർഘവീക്ഷണം ഹൃദയത്തിൽ തളം കെട്ടി നിന്നിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് മനസ്സിലാക്കി ദൈവത്തിൻ്റെ നിയോഗപ്രകാരം തക്ക സമയമായപ്പോൾ ജനിച്ചു വളർന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കർത്താവ് കുറേശ്ശെ അടർത്തി മാറ്റി കർത്താവിൻ്റെ സ്നേഹത്തിലും വചനത്തിലും പരിശുദ്ധാത്മാവിലും ഒക്കെ വളർത്തിയെടുത്ത് ആ വചനത്തിൽ ദൈവനാമ മഹത്വത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം ദൈവം അതിനെ രൂപപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. ചില സമ്മർദ്ദങ്ങളുടെയും ഇടുക്കത്തിൻ്റെയും ഞെരുക്കത്തിൻ്റെയും ഒക്കെ അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. ചോദ്യചിഹ്നങ്ങളുടെ മുൻപാകെ പകച്ചു നിൽക്കേണ്ടുന്ന സാഹചര്യങ്ങളൊക്കെ വന്നു. പക്ഷേ അവിടെ ഒന്നും പിന്മാറുവാൻ, പതറിപ്പോകുവാൻ ദൈവം അനുവദിക്കാതെ ദൈവം സൂക്ഷിച്ചു, പരിപാലിച്ചു എന്ന് സാക്ഷ്യത്തിലുടനീളം മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. ആ സർവശക്തനായ ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് നിൽക്കുവാൻ ദൈവത്തിൻ്റെ കരം കൂടെ ഇരുന്ന് വഴി നടത്തുമെന്ന് തിരിച്ചറിഞ്ഞ് ആ ഒരു ദൈവീക ഇടപെടലിന് വേണ്ടി നിന്നുകൊടുത്തത് കൊണ്ട് ഇന്ന് നഷ്ടപ്പെട്ടു പോകാതെ കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ, കർത്താവിന് വേണ്ടി ഓടുവാൻ, അധ്വാനിക്കുവാൻ അനേക പ്രിയപ്പെട്ടവരെ കർത്താവിലേക്ക് ആദായപ്പെടുത്തുവാൻ ദൈവം ഉപയോഗിക്കുന്നു എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും ദൈവം ശക്തമായി വീണ്ടും ഉപയോഗിക്കട്ടെ. ഇനിയേറെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരി നിരാശകളും ദുഃഖങ്ങളും ഒക്കെ ഒരുപക്ഷെങ്കിൽ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടാകാം. പക്ഷെ മുന്നോട്ട് വളരെ പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ ശുഭഭാവി മുന്നിലുണ്ട്. ആകയാൽ അതിനായി ഓടുവാൻ ആ കാലുകൾക്ക് കർത്താവ് ബലമേകട്ടെ, ശക്തീകരിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവദാസനെയും കുടുംബത്തെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യപ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം ഒരു പക്ഷെങ്കിൽ വ്യത്യസ്തമായ നിലയിലുള്ള ചില അനുഭവങ്ങളായിരിക്കാം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഓരോ ദിവസവും അരോമ ടി വിയിലൂടെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നതായ ജീവിതത്തിലെ അനുഭവങ്ങൾ ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തുള്ള അവരുടെ വ്യത്യസ്തമായ അനുഭവത്തെ സ്പർശിച്ച് സംസാരിക്കുന്ന സാക്ഷ്യാനുഭവങ്ങളും ചിന്തകളുമാണ്. ഇന്ന് സുവിശേഷ വേലയുള്ള ബന്ധത്തിലായിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർക്ക് ഇന്നത്തെ സാക്ഷ്യം കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് പ്രചോദനമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറച്ചു നിൽക്കുന്നവർക്ക്, അമാന്തിച്ച് നിൽക്കുന്നവർക്ക്, ഒരുപക്ഷെങ്കിൽ ചില സാഹചര്യങ്ങളുടെ നടുവിൽ, സമ്മർദ്ദത്തിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്കൊക്കെ ഉൾക്കരത്ത് ലഭിക്കുന്ന, പ്രചോദനം പകരുന്ന, ഒരു പുതിയ ഊർജം ഉണ്ടാകുന്ന ചില അനുഭവങ്ങൾ കർത്തൃദാസൻ്റെ അനുഭവങ്ങളോട് ചേർത്ത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ആകയാൽ തീർച്ചയായിട്ടും ഈ സാക്ഷ്യം നിങ്ങൾക്ക് ഒരു പ്രചോദനമായി തീരും എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഏത് നിരാശയുടെയും, ഏത് വേദനയുടെയും, ഏത് ദുഃഖത്തിൻ്റെയും പരിതസ്ഥിതിയിൽ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ഒരു നിമിഷം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കൂ, ഹൃദയങ്ങളെ ആഗ്രഹമാക്കൂ. ദൈവസന്നിധിയിൽ കർത്താവെ, ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങനോട് സംസാരിക്കണമേ. ഈ കർത്തൃദാസനെ കരം പിടിച്ച് നടത്തിയ കർത്താവെ, അങ്ങ് എന്നോട് കൂടെ ഇരുന്ന് എന്നെയും കരം പിടിച്ച് നടത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ പാസ്റ്റർ കുര്യാക്കോസ് അവറുകൾ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു നിമിഷം പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കും.
നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, അനുഗ്രഹീതമായിട്ടുള്ള ഈ സന്ദർഭത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരോമ ടിവിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിന്റെ നടത്തിപ്പുകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, നിരന്തരമായി നടക്കുന്ന ഈ പ്രോഗ്രാം അനേകർക്ക് ആശ്വാസവും അനുഗ്രഹവും നന്മയുമായി തീരുന്നത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. നിരന്തരമായി അനവധി കർത്തൃദാസന്മാരുടെ അനവധി പ്രിയപ്പെട്ടവരുടെ സാക്ഷ്യങ്ങൾ അത് ഞങ്ങൾ കേൾക്കുമ്പോൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കൊക്കെ അനുഗ്രഹത്തിനും നന്മയ്ക്കും ധൈര്യത്തിനും ദൈവകൃപയിൽ നിലനിൽക്കുന്നതിനും അവരെ സഹായിക്കുവാൻ ദൈവാത്മാവിടെ ആക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആരോമ ടിവിക്ക് വേണ്ടി ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കായി നിരന്തരമായി സാക്ഷ്യങ്ങൾ കേൾക്കുന്ന ഓരോ മക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കണമേ. അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. വളരെ നന്ദി കർത്താവിനാസ് പാസ്റ്റർ കുര്യാക്കോസ് അവറുകൾ ഇത്രത്തോളം സമയം അനുഗ്രഹീതമായ ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും ഓർമ്മക്കുറിപ്പുകളും അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസനോട് കുടുംബത്തുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവദാസനെയും കുടുംബത്തെ ശുശ്രൂഷകളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹം ഞങ്ങൾ അറിയിക്കുന്നു. ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പ്രിയപ്പെട്ടവർ ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ, അതിലൂടെ ദൈവനാമം മഹിമപ്പെടട്ടെ. മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വാട്സപ്പിലൂടെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com